ആർത്തു വിളിച്ചുകൊണ്ട് ഊരിപ്പിടിച്ച പടവാളുമായി ആ കടന്നു വരുന്നതാരാണ്? ശത്രുപക്ഷത്ത് വരുന്നതാരാണ്? അസ്വദ് ബിൻ അബ്ദുൽ അസദ്. ഭീകരനും ഭീമാകാരനുമായ ഒരു മനുഷ്യൻ. അസ്വദ് എന്ന പേര് കേട്ടാൽ ഞെട്ടിവിറയ്ക്കും മക്ക. ആ രൂപം കണ്ടാൽ തന്നെ പേടിച്ചു പോകും. കാട്ടാനയുടെ നിറം, കാട്ടുപോത്തിന്റെ ക്രൗര്യം, കാരിരുമ്പിന്റെ കരുത്ത്, കടഞ്ഞെടുത്ത ശരീരം, അനവധി യുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നേതാവാണ് അയാൾ. ഇതുവരെ പരാജയം എന്തെന്നറിയാത്ത യോദ്ധാവാണ് അയാൾ. അനവധി തലകൾ അരിഞ്ഞു വീഴ്ത്തിയ ജേതാവാണ് അയാൾ. അഹങ്കാരത്തിന്റെ ആൾരൂപമായ അസ്വദ് എന്ന ആജാനബാഹുവായ ആ പോരാളിയാണ് 18 ആയുധങ്ങളുമായി അതാ ബദറിന്റെ പടക്കളത്തിന്റെ നടുക്കളത്തിലേക്ക് പാഞ്ഞു വരുന്നത്. ഒരു വലിയ ശബ്ദമാണ് അയാൾ ചെയ്യുന്നത്. എന്ത് ശബ്ദമാണ്? അയാൾ പറയുകയാണ്, ഖുറൈശി പടയാളികളെ, ആ ഖുറൈശികൾക്ക് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് അഹങ്കാരിയായ അസ്വദ് ഉറക്കെ വിളിച്ചു പറയുകയാണ്, ദൈവത്തെയാണ് സത്യം, കഅബത്തിന്റെ നാഥനെയാണ് സത്യം. ഞാൻ എന്തിനാണ് പുറപ്പെട്ടത് നിങ്ങൾക്കറിയോ? മുഹമ്മദിന്റെ അനുയായികൾ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച അവരുടെ തടാകത്തിൽ നിന്ന് ഞാൻ വെള്ളം കുടിക്കാനാണ് പോകുന്നത്. ഞാൻ ആ വെള്ളം കുടിക്കും, അല്ലെങ്കിൽ ഞാനത് പൊളിക്കും, അതല്ലെങ്കിൽ ഞാൻ അവിടെ മരിക്കും. തടുക്കാൻ ധൈര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കടന്നു വരട്ടെ. ഇത് അസ്വദിന്റെ ശബ്ദമാണ്. ഇത് വെറും ഒരു വാക്കല്ല. ഇത് ചെയ്തിട്ടല്ലാതെ അസ്വദ് ഇനി അന്നം കഴിക്കില്ല. വീരവാദം മുഴക്കിക്കൊണ്ട് അസ്വദ് കടന്നു വന്നപ്പോ ആരവം മുഴുക്കയാണ് ഖുറൈശികൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. റബ്ബി ഇശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അസീം. ബിന്തുർ റസൂൽ സൈനബ് റളിയല്ലാഹു അൻഹ ഈ വിനീതൻ എഴുതിയ പുതിയ ഒരു ഖണ്ഡകാവ്യമാണ്. ആ ഒരു ചരിത്രമാണ് ഇൻഷാ അല്ലാഹ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. അത് വേണ്ട വിധത്തിൽ അവതരിപ്പിക്കാനും നിങ്ങൾക്കൊക്കെ അത് ആസ്വദിക്കുന്നതിലുപരിയായ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനും അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ആരംഭിക്കുകയാണ്. അധിപതി റബ്ബിൻ ഈസുമുത്ത് മധുമൊളി ഹംദും മൂരംബിട്ട് അധിക മനോഹരനെ ബിക്കോതി നൽ സ്വലവാത്ത് നെടുനാൾ ആല സ്വഹാബിൽ ചോരിക്കല്ല നിന്ദിന തീർത്ത് ഇത് വിധമെന്നെ വളർത്തിയെ എനതുടെ മാതാപിതാവുസ്താദവരിലെ നീളെ കനിവരുൾ എതുവിധ ഹസ്നും വരുത്താമൽ കരുതത് പോലെ അതിശുഹ്രത്തം മാണി മക്ക തുതിമതി നാണും ആശകൊത്ത പരിമണരായുൾ താമീനോരെ പരിണയമായേ വലതതി പദവി പെരുത്ത് ഖദീജത്ത് കബറിണയായേ അതിപിരിശത്തിൽ ശ്രീ പേരും പുതിയന പൊങ്കും വീതം പാടെ അവരിലൊന്നപ്പോൾ മകളതി ചേല സൈനബ് അളകുട നാമം പീഡിത്തവർ വർഹലമാല. അതെ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളെ പരിശുദ്ധമായ മക്കയിലേക്ക് ക്ഷണിക്കുകയാണ്. ഉമ്മുൽ ഖുറ എന്ന വിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തിയ കഅബയുടെ നാട്. അവിടെ ഒരു വിവാഹം നടക്കുകയാണ്, ഒരു മംഗല്യം നടക്കുകയാണ്. ആരാണ് വരൻ എന്നറിയോ? മക്കയിലെ ഏറ്റവും പ്രശസ്തമായ തറവാട്ടിലെ ഖുറൈശി തറവാട്ടിലെ ഹാഷിം കുടുംബത്തിലെ അബ്ദുള്ളയുടെ മകൻ, എല്ലാവരും സ്നേഹത്തോടെ ആദരവോടെ അൽ അമീൻ എന്ന് പാടിപ്പുകഴ്ത്തിയ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 25 വയസ്സ് പ്രായമുള്ള അൽ അമീനാണ് അവിടുത്തെ വരൻ. വധു ആരാണ്? സമ്പത്ത് കൊണ്ടും സൗന്ദര്യം കൊണ്ടും സൽസ്വഭാവം കൊണ്ടും മക്കയിൽ മുഴുവനും അറിയപ്പെടുന്ന വർത്തക പ്രമാണിയായ ഖുവൈലിദിന്റെ മകൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. വെള്ളിടുവാനങ്കോരു മങ്ക ഉള്ളു തെളിന്തുണ്ടാതി ചൊങ്ക
ബിരുദനാമം ഖദീജത്തെണ്ടവരൊരു റോജ മധിമുഖി ബിഗജമദുൽപിൽ ബസിത്തവർ അശകുടെ താജ. മഹദി ഖദീജ റളിയല്ലാഹു അൻഹ ആ മക്കയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഏറ്റവും വലിയ മക്ക മുഴുവനും വിലക്ക് വാങ്ങാനുള്ള സമ്പത്തുള്ള വലിയ സമ്പന്നയായിരുന്നു ഖദീജ ബീവി. ആ സമ്പത്ത് പക്ഷേ അവരെ ഒരിക്കലും അഹങ്കാരിയാക്കിയില്ല. തന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഏതൊരു പാവപ്പെട്ടവനെയും സന്തോഷത്തോടെ സ്വീകരിച്ച് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തിരുന്ന ആ ഖദീജ ബീവിയെ നാട്ടുകാർ സ്നേഹത്തോടെ വിളിച്ചത് ത്വാഹിറ എന്നാണ്. അവരുടെ പരിശുദ്ധിയെ പരിഗണിച്ചുകൊണ്ടാണ് നാട്ടുകാർ ആ പേര് നൽകിയത്. ആ ഖദീജ ബീവിയും അൽ അമീനും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു. ഖദീജ ബീവി വല്ലാതെ അൽ അമീനെ സ്നേഹിച്ചിരുന്നു. ഒരു കളങ്കവും കറയുമില്ലാത്ത സ്നേഹം. വല്ലാതെ ഹൃദയം തുറന്ന് ഭർത്താവിനെ സ്നേഹിച്ച ആ പ്രിയപ്പെട്ട ഖദീജ, ആ സ്നേഹം എത്രത്തോളം എന്ന് വെച്ചാൽ അൽ അമീൻ എന്ന് പറയുന്ന മുഹമ്മദിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം ഉണ്ട്, ഇല്ലാത്തതൊന്നു മാത്രമാണ് സമ്പത്ത്. വളരെ ദരിദ്രനായിരുന്നു അൽ അമീൻ. പക്ഷേ മറ്റെല്ലാം കൊണ്ടും തികഞ്ഞ, നാട്ടിലുള്ള ജനങ്ങൾ മുഴുവനും നേതാവായി അംഗീകരിക്കുന്ന, മാതൃകയായി അംഗീകരിക്കുന്ന ആളായിരുന്നു അൽ അമീൻ. പക്ഷേ ഖദീജ ബീവി എന്ന് പറയുന്ന ആ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്ന അൽ അമീൻ എന്ന് പറയുന്ന ആ ദരിദ്രനെ സ്വീകരിച്ചപ്പോൾ ആളുകൾക്ക് പലരും മുറുമുറുപ്പുണ്ടായി. അവര് പറഞ്ഞു, ഖദീജയ്ക്ക് ഇതിന് മാത്രം കിട്ടിയുള്ളൂ, ഈ ദരിദ്രനെ കല്യാണം കഴിക്കാൻ പറ്റിയുള്ളൂ. ഈ ഒരു കഥ കേട്ടപ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ആ നാട്ടിലുള്ള എല്ലാവരെയും വിളിച്ചുകൂട്ടുകയാണ്. ജനങ്ങളെ മുഴുവനും വിളിച്ചുകൂട്ടിയിട്ട് അവരോട് ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. എന്താണ് പ്രഖ്യാപനം? നിങ്ങളൊക്കെ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കുറിച്ച് ദരിദ്രനാണ് എന്ന് പരാതി പറയുന്നതായിട്ട്, പരിഭവം പറയുന്നതായിട്ട് കേട്ടു. എന്നാൽ ഇനി മുതൽ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ പ്രഖ്യാപിക്കുകയാണ്, ഇനി എന്റെ ഭർത്താവ് ദരിദ്രനല്ല. നിങ്ങൾ ആരും ദരിദ്രനാണെന്ന് കണക്കാക്കരുത്. എന്റെ സമ്പത്ത്, ഈ മക്ക മുഴുവനും വിലക്ക് വാങ്ങാനുള്ള സമ്പത്തുണ്ട് എനിക്ക്. ആ സമ്പത്ത് മുഴുവനും ഞാൻ എന്റെ ഭർത്താവിന്റെ കാൽ കീഴിൽ ഇതാ സമർപ്പിക്കുകയാണ്. ഇനി ദരിദ്ര ഞാനാണ്, അല്ലാതെ എന്റെ ഭർത്താവല്ലെന്ന് പറഞ്ഞ് സ്വന്തം സമ്പത്ത് മുഴുവനും ആ ഭർത്താവിന്റെ മുമ്പിൽ, അൽ അമീനിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ചെയ്തത്. ഉള്ള സമ്പത്ത് ഭർത്താവിന് ഭാര്യ സമർപ്പിച്ചു. നമുക്കുണ്ടല്ലോ ഭാര്യമാര്, ഒരു 500 രൂപ കടം ചോദിച്ചാൽ തരുമോ? കിട്ടുവോ? കിട്ടൂല. എന്റെ കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. വാങ്ങാനേ അറിയുള്ളൂ, കൊടുക്കാറില്ല നമ്മളെ തിരിച്ച്. വാങ്ങുമ്പോ മോളേന്നൊക്കെ വിളിക്കും, തിരിച്ചു ചോദിച്ചാലോ മോളേന്ന് വിളിക്കും. പക്ഷെ അതിന്റെ മുമ്പിൽ 4 കാലും 1 വാലുള്ള ഒരു സാധനത്തിന്റെ പേരും കൂടി ചേർത്തിട്ടാ വിളിക്കുക, അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തനം ശരിയല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. എന്തായാലും അല്ലാഹു നമ്മുടെ ദാമ്പത്യ ജീവിതമൊക്കെ സന്തോഷമാക്കി തരുമാറാകട്ടെ. 6 വർഷം കഴിഞ്ഞു. ആ ദാമ്പത്യ വല്ലരിയിൽ ആദ്യത്തെ കുസുമം മുട്ടിടുകയാണ്. അവർക്ക് ഒരു പൈതൽ പിറക്കുകയാണ്. മലരാമാണി മോളെ പാർത്ത് മാനം തൂലങ്കി കുശിയിൽ മരുങ്ങി മണ്ണിതിൽ വാണൽ ആമീനും ഖദീജ ചൊങ്കളുമങ്കന സൈനബ് മുത്ത് മങ്ക വളർന്നടിച്ചേലുള്ള സത്ത് അങ്കണവാൻ ഖദീജത്തുടയിക്കത്ത് കാലത്താം സോദരി വന്ന് മോറാത് നേർത്തി തരണമ ചേർത്തി ഹൈറാമീനിണയായ സൂതനില്ല മുപ്പിമ്മട്ടിൽ കഥ സൗജിലുണർത്തി ഒട്ടുമശക്കണയാമൽ തരത്തിൽ വിട്ടമിൽ സമ്മതമോദിമശത്തിൽ നല്ല ഈ കല്യാണത്തിനുണ്ടെന്ന് മറുപടി ചൊന്ന് നാരിയെ വേളി
കശിപ്പിത്തി ബിന്നാസിന്ന് ഇപ്പടി ചൊന്ന ബുൽനാസ് ജവാന അപ്പതിയിൽ ശുഹ്റത്തുടയോന തപ്പണയ പിതമിൽ കശിവോന ചേലൊത്ത സൈനബിറങ്ങുന്നോന എന്തൊരു സീന ചേർച്ചന എന്താരും ഓതും നൽ ജോഡിയാണ്. അതെ പ്രിയമുള്ളവരെ, 6 വർഷങ്ങൾക്ക് ശേഷം അൽ അമീനും ഖദീജ ബീവിക്കും ആദ്യത്തെ കുസുമം വിരികയാണ്. അവർക്കൊരു സന്താനം പിറക്കുകയാണ്. തങ്ങൾക്ക് പിറന്ന ആ ഓമന പൈതലിന് സൈനബ് എന്ന് പേരിട്ട് വിളിച്ചു. സൈനബ് വളരുകയാണ്. മാതാപിതാക്കളുടെ സന്തോഷത്തിന് അതിരില്ലാത്ത വിധത്തിൽ എല്ലാവിധ സന്തോഷങ്ങളും പകർന്നു നൽകിക്കൊണ്ട് ആ കുഞ്ഞങ്ങനെ ഖദീജയുടെ കൊട്ടാരത്തിൽ, ഖദീജയുടെ മണിമാളികയിൽ വളർന്നു വരികയാണ്. വളർന്ന് ഖദീജ സൈനബ് ഒരു സുന്ദരിയായ, ഒരു യുവതിയായി, ഒരു കൗമാരക്കാരിയായി മാറുകയാണ്. ഈ സമയത്ത് ഖദീജ ബീവിക്ക് ഒരു സഹോദരിയുണ്ട്, ഹാലത്ത് എന്നാണ് അവരുടെ പേര്. ആ ഹാലത്ത് ഒരിക്കൽ ഖദീജ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു വരുന്നു. തന്റെ മനസ്സിലെ ഒരു ആഗ്രഹം തന്റെ സഹോദരിയോട് പറയുകയാണ്. എന്താണ് ആഗ്രഹം? അത് മറ്റൊന്നുമല്ല, ഹാലത്തിനൊരു മകനുണ്ട്, അബുല്ലാസ് എന്നാണ് ആ മകന്റെ പേര്. വളരെ നല്ല സ്വഭാവമുള്ള, മക്കാരിലെ ചെറുപ്പക്കാർക്ക് അന്നുണ്ടായിരുന്ന യാതൊരു വിധത്തിലുള്ള അപാകതകളും ഇല്ലാത്ത നല്ലൊരു വ്യാപാരിയായിരുന്നു അബുല്ലാസ്. ആ അബുല്ലാസിന് തന്റെ പ്രിയപ്പെട്ട ആ മകന് വിവാഹം ചെയ്തു കൊടുക്കാമോ സൈനബയെ എന്ന് ഖദീജ ബീവിയുടെ സഹോദരി ഖദീജ ബീവിയോട് വന്ന് ചോദിക്കുകയാണ്. ഖദീജ ബീവി ഭർത്താവുമായി അഥവാ അൽ അമീനുമായി ചർച്ച നടത്തി. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല ബന്ധമായിരുന്നു. കാരണം അബുല്ലാസിനെ പോലത്തെ ഒരു ചെറുപ്പക്കാരൻ, ഒരു ദുർഗുണങ്ങളുമില്ലാത്ത, നമുക്കറിയാം അന്ന് മക്കയുടെ അവസ്ഥ, ചെറുപ്പക്കാരൊക്കെ വല്ലാതെ കള്ളുകുടിച്ച് വേണ്ടാവൃത്തികൾ മുഴുവനും ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ അതിലൊന്നും ഇടപെടാതെ വ്യാപാരിയായി നല്ല നിലയിൽ സമ്പാദിക്കുന്ന ആ അബുല്ലാസ് എന്ന് മാത്രമല്ല, അബുല്ലാസ് വളരെ സുന്ദരനായിരുന്നു. ഖദീജ ബീവി സൈനബ ബീവിയെ പോലെ തന്നെ വളരെ സൗന്ദര്യം, ഒരൊത്തൊരു ജോഡിയാണ്. ചേലൊത്ത സൈനബി നേറേണങ്ങുന്നോന. നിങ്ങൾ എന്റെ പാട്ട് കേട്ടില്ലേ? കുഴപ്പമുണ്ടോ? നിങ്ങൾ പറ. വലിയൊരു മാർക്ക് 100 മാർക്ക് കിട്ടിയെങ്കിലും ഒരു പാസ് മാർക്കെങ്കിലും തന്നൂടെ എന്റെ പാട്ടിന്? നോക്ക്, ഇവരൊക്കെ പാടുമ്പോ എന്താ ആവേശത്തില അവന്റെ കൊട്ട്. നമ്മള് പാടുമ്പോ കൊട്ടുമില്ല, പാട്ടുമില്ല. കടന ആഫി ഒന്ന് കൊട്ടടാ. ചേലൊത്ത സൈനബി നേറേണങ്ങുന്നോന എന്തൊരു സീന ചേർച്ചന എന്താരും ഓതും ജോഡിയാണ്. ആ ചേർച്ച കണ്ടാൽ ആരും പറയും എന്തൊരു നല്ല ജോഡിയാണ്. അങ്ങനെ സന്തോഷത്തോടെ ആ പ്രിയപ്പെട്ട അബുല്ലാസും സൈനബും വളരെയേറെ സന്തോഷത്തോടു കൂടി ദാമ്പത്യ ജീവിതം തള്ളി നിൽക്കുകയാണ്. മക്കയിൽ അവിടുത്തെ സായന്തനങ്ങളിൽ അവർ ആ മലമടക്കുകളിലൂടെ കൈകോർത്ത് നടന്നു. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു. മനോഹരമായ ദാമ്പത്യ ജീവിതം. അവിടെ വഴക്കില്ല, വക്കാണങ്ങളില്ല, പിണങ്ങിപ്പോക്കില്ല, ചർച്ചകളില്ല. എല്ലാ സ്നേഹവും പരസ്പരം പങ്കിട്ടുകൊണ്ട് അവരെങ്ങനെ ജീവിക്കുകയാണ്. നമ്മുടെ ദാമ്പത്യം പോലെയല്ല. ഇന്നിപ്പോ ദാമ്പത്യം എന്ന് പറഞ്ഞാൽ എന്താ? ഭർത്താവ് ഭാര്യയ്ക്കൊരു ബാധ്യതയാണ്, ഭാര്യ ഭർത്താവിനൊരു ബാധ്യതയാണ്. പടച്ചോനെ, ഈ ഹലാക്കൊന്ന് ഒഴിഞ്ഞു കിട്ടിയെങ്കിൽ എന്ന് ഭർത്താവും ഭാര്യയും ആഗ്രഹിക്കുന്ന ഒരു കാലമാണ്. എന്റെ നാട്ടിൽ ഒരു സെയ്താലിയാക്ക ഉണ്ടായിരുന്നു പണ്ട്. സെയ്താലിയാക്കാനെ പോത്ത് സെയ്താലി എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ. സെയ്താലി പോത്തായിട്ടല്ല, ഇപ്പഴേക്ക് പോത്തിന്റെ ബിസിനസ്സാണ്. കുറെ പോത്തുകളെ വാങ്ങിയിട്ട് അതിന് തീറ്റയൊക്കെ കൊടുത്ത് അതിന് വളർത്തി വലുതാക്കി എന്നിട്ട് അതിന് വിൽക്കുക, നല്ല ലാഭത്തിന് വിൽക്കലാണ് ഉപ്പയുടെ ജോലി. അങ്ങനെ ഒരു ദിവസം ഒരു കൂട്ടം ആളുകൾ, ഒരു 5-6 പേര് പോത്തിനെ വാങ്ങാൻ വന്നു. അങ്ങനെ പോത്തിനെ വാങ്ങാൻ വന്ന് ഓരോ പോത്തുകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ പോയി. അങ്ങനെ നോക്കുമ്പോണ്ട് ഒരു വലിയൊരു പോത്ത്, കാണാൻ തന്നെ നല്ല ചന്തമുള്ള ഒരു പോത്ത് ഒരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇവര് പറഞ്ഞു, ആ പോത്ത് കൊള്ളാലോ, എന്താ അതിനെങ്ങനെ മാറ്റിക്കെട്ടിയേക്കണത്, അതിന് വിൽക്കാനുള്ളതല്ലേ? അപ്പൊ സെയ്താലേക്കൊന്ന് വിൽക്കാനുള്ളത് തന്നെയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്,
നിങ്ങൾ വിചാരിച്ചതുപോലെ അല്ല, ആള് ഡേഞ്ചറാണ്. അപ്പൊ ഇവര് മെല്ലെ അടുത്ത് ചെന്നു, പോത്തിനൊന്ന് തടവി നോക്കി, ഒന്ന് തട്ടി നോക്കി, ഒരു കുഴപ്പമില്ല, ഇതിനൊരു കുഴപ്പമില്ല, നല്ല ഇണക്കമുള്ളതാണല്ലോ. അപ്പൊ സൈദാലിയൊക്കെ പറഞ്ഞു, സംഗതിയൊക്കെ ഇണക്കൊക്കെ തന്നെയാണ്, പക്ഷെ ഇവന് പെണ്ണുങ്ങളെ കണ്ടുകൂടാ. പെണ്ണ് എന്ന് പറയുന്ന വർഗത്തിന് ഇവന് കണ്ടുകൂടാ. അടുത്ത് ചെന്ന അപ്പ തട്ടും. എന്റെ ഭാര്യ സൈന ഒരിക്കൽ അവന് വെള്ളം കൊടുക്കാൻ വേണ്ടി പോയതാ, ഒറ്റ തട്ട് അപ്പുറത്തെ ചാണകോയിൽ ആ കിടക്കണം. 3 ദിവസം കഴിഞ്ഞ ഓള് മയ്യത്തായി. ഇതങ്ങോട്ട് പറഞ്ഞു തീർന്നു. ഈ 6 ആളിൽ 5 ആളും സൈദാലിയാക്കാനാണ് പോകുന്നത്. സൈദാലിയാക്ക, ആ പോത്തിന് എനിക്കിതാ സൈദാലിയാക്ക, എനിക്കിതാ സൈദാലിയാക്ക. അപ്പോ സൈദാലിയാക്ക ചോദിച്ചു, ഒരാൾ മാത്രം മാറിയിരിക്കുന്നുണ്ട്. അയാളോട് ചോദിച്ചു, അല്ല എനിക്ക് വേണ്ട ഈ പോത്തിനെന്ന് ചോദിച്ചു. എനിക്ക് വേണ്ട, എന്റെ പെണ്ണ് നേരത്തെ പണങ്ങി പോയിട്ടുണ്ട്. ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞേ ഉള്ളൂ. അള്ളാഹു നമ്മുടെ ദാമ്പത്യ ജീവിതമൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. അങ്ങനെയല്ല വേണ്ടത്. നമുക്കൊക്കെ ഭാര്യമാരുണ്ട്, ഇല്ലേ? ഭാര്യമാരില്ലാത്ത കുട്ടികളുണ്ട്. ഭാര്യമാരുള്ളവരുടെ കഥയെ ഞാനീ പറയുന്നു. പരിശുദ്ധ ഖുർആനിൽ കാണാം, ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. അതെവിടെ മോനെ? ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. എന്തിലുള്ളതാ? ഏത് സൂറത്തിലുള്ളതാ? മിടുക്കൻ, യാസീനിലുള്ളതാണ് അല്ലേ? യാസീനിലുള്ളതാണത്. മോനോട്ടൊന്ന് വലിയ സന്തോഷമായി. അള്ളാഹു താല ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ മക്കൾക്കൊക്കെ അള്ളാഹു താല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, പൂർണ്ണ ബുദ്ധിയും ഓർമ്മശക്തിയും കൊടുക്കട്ടെ. ഞാനൊരു സമ്മാനം കൊടുക്കുകയാണ്. ഇനിയുള്ള സമ്മാനങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കണം കേട്ടോ. കിട്ടണില്ലല്ലോ. നിഹാലിന്റെ വാപ്പുണ്ട് അവിടെ, വല്ലിപ്പുണ്ട്. അള്ളാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ, നല്ല ഓർമ്മശക്തിയും കൂർമ്മ ബുദ്ധിയും കൊടുക്കട്ടെ. അപ്പോ എന്താ പറഞ്ഞത്? സൂറത്ത് യാസീനിലാ പറയുന്നത്, ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. നമ്മളൊക്കെ മരിച്ച് പരലോകത്ത് ചെല്ലുമ്പോ സ്വർഗത്തിൽ നമ്മൾ ഒറ്റക്കല്ല, ഇണകളും കൂടെ ഉണ്ടാവുന്ന പറയുന്നത്. നമുക്കൊക്കെ ഒരേ ഇണകളുണ്ടല്ലോ. നാളെ പരലോകത്ത് ചെല്ലുമ്പോ പടച്ചോനെ, ഈ ദുനിയാവിൽ എനിക്കു തന്ന ഇണയെ നാളെ സ്വർഗത്തിലും തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന, ആഗ്രഹിക്കുന്ന ആളുകളൊന്ന് കൈപൊക്കിയാട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ, ഇവിടെ നമുക്ക് തന്ന ഇണയുണ്ടല്ലോ, ആ ഇണയെ നാളെ സ്വർഗത്തിലും കിട്ടണേ എന്ന് ആഗ്രഹിക്കുന്ന ആരൊക്കെ ഉണ്ട്? അവരൊന്ന് കൈപൊക്കിയാട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കൈപൊക്കും, ഉറപ്പാണ്. പക്ഷെ ഞാനത് ചോദിക്കണില്ല. എന്താണെന്നറിയോ? എന്തിനാ നിങ്ങളെ കൊണ്ട് വെറുതെ ഒരു നുണ പറയിപ്പിക്കണേ? അത് വെച്ചിട്ടാണ് ചോദിക്കാത്തത്. അള്ളാഹു നമ്മുടെ ദാമ്പത്യം നന്നാക്കി തരുമാറാകട്ടെ. അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാകണം പ്രിയമുള്ളവരെ. ഈ ദുനിയാവിൽ നമുക്ക് തന്ന ഇണയെ നാളെ സ്വർഗത്തിലും കിട്ടണം എനിക്ക്. ആ വിധത്തിലാകണം നമ്മുടെ ദാമ്പത്യ ബന്ധം. അതിനുവേണ്ടി മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചു. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ബന്ധങ്ങൾ ശിഥിലമാകുന്ന ഈ കാലഘട്ടത്തിൽ മക്കളും ബാപ്പയും മകനും തമ്മിൽ, അതുപോലെ ഭാര്യയും ഭർത്താവും തമ്മിൽ, ജ്യേഷ്ഠനും അനുജനും തമ്മിൽ വല്ലാതെ അകന്നുപോയ ഒരു കാലഘട്ടമാണ്. ബന്ധങ്ങളുടെ ഇഴയടുപ്പം നഷ്ടപ്പെട്ടു പോയ കാലഘട്ടം. ഈ സമയത്ത് നമ്മുടെ ബന്ധങ്ങളൊക്കെ സുദൃഢമാകാൻ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നു. സൂറത്തുൽ കൗസർ, ഇന്നാ അഅ്തൈനാക്കൽ കൗസർ എന്ന ഏറ്റവും ചെറിയ സൂറത്ത്, ആ സൂറത്ത് നിത്യവും 11 വട്ടം ഓതിക്കഴിഞ്ഞാൽ ബന്ധങ്ങൾ സുദൃഢമാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു തആല നമുക്ക് ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഖദീജ ബീവിയും ഖദീജ ബീവിയുടെ പ്രിയപ്പെട്ട മകൾ സൈനബും അബുലാസും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചു. അധികം വൈകാതെ മഹദി ഖദീജയുടെ ആ വീടിന്റെ മാളികക്ക് മുമ്പിൽ ഒരു മംഗല്യ പന്തലുയരുകയാണ്. ജോറിലായി മംഗല്യത്തിൻ വേളയിൽ ഖദീജയാരം മകൾക്കായി ചാർത്തിയെന്ന് ബീവിയായി സന്തോഷത്തിനായി ശിന്ദിന പീറാവ് പോടാൻ ഇല്ലല്ലേതും നാളുകൾ കാശിന്ത് പോ മാരനാബുല്ലാസവൻ കച്ചോടമാ
മക്കവും വീട്ടൊട്ടകം ഏറി മുഷിപ്പും തിങ്കിയേ നാരിയാൽ മനത് നൊന്ത് ബീടകം കാശിയല നല്ല സോജെ കാത്ത് ബീവിക്കുള്ളകം വിഷാദമായി വിശുരത മപ്പദീശ ഏശി മക്ക കാഫില വിട്ടിടുന്ന മാൽകളൊക്കെ കിട്ടിടും ലാഭത്തിലാശയും വേറെ അബുല്ലാസോർക്ക് മക്കം പൂകിടാ ആറ്റലാം മാനൈ വിചാരത്തെത്തി മോദം പങ്കിടാ ദേശമറ്റിരവും പകൽ കുറെ ഓടി ഓടി മറയുന്നതാ നാട് മക്കമിലെത്തിടാൻ അവർ ഒത്ത് മുന്തിടലായി കഥാ കാശിതൻ നടുവൂരതിൽ അബുല്ലാസടുന്തതിമോദമായി കാത്ത് കാത്ത് കശിന്ത ബീഡരെ പാത്തിടാൻ ഉത്സാഹമാ സൈനബും അബുല്ലാസും ആ ഇണക്കുരുവികൾ പ്രണയം പങ്കിട്ടുകൊണ്ട് മക്കയിൽ അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുക. ഏതൊരാളും കൗതുകത്തോടെ ആ ഇണകളെ നോക്കുകയാണ്. എന്തൊരു ചേർച്ചയാണ് അവർ തമ്മിൽ, എന്തൊരു സ്നേഹമാണ് അവർ തമ്മിൽ. മറ്റുള്ളവർക്ക് മാതൃകയായി അബുല്ലാസും സൈനബും അങ്ങനെ തങ്ങളുടെ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് നീക്കുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, അബുല്ലാസ് ഒരു കച്ചവടക്കാരനാണ്. വർഷത്തിൽ 2 കച്ചവടമാണ് കാര്യമായിട്ട് മക്കക്കാർക്ക് ഉണ്ടാകുക. ഒന്ന് ഷാമിലേക്കും മറ്റൊന്ന് യമനിലേക്കും. അങ്ങനെ കച്ചവടത്തിന്റെ സമയമായി അബുല്ലാസിന് പോകേണ്ടതുണ്ട് കച്ചവടത്തിന്. പക്ഷേ തന്റെ പ്രണയിനിയെ, തന്റെ പ്രിയപ്പെട്ടവളെ പിരിഞ്ഞിരിക്കാൻ വല്ലാത്ത ദുഃഖമുണ്ട് അബുല്ലാസിന്. ഒരുപാട് നാള് എന്റെ പ്രിയപ്പെട്ട സൈനബിനെ കാണാതെ ഞാൻ എങ്ങനെ ജീവിക്കും, ഈ ഒരു ചിന്ത അബുല്ലാസിനെ അലട്ടുന്നുണ്ട്. പക്ഷേ പോകാതിരിക്കാൻ വയ്യല്ലോ. കച്ചവടത്തിന്റെ സമയമായി കച്ചവട ചരക്കുകളൊക്കെ ഒരുക്കി അബുല്ലാസ് യാത്രയാകുമ്പോൾ നിറകണ്ണുകളോടെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ യാത്രയാക്കി സൈനബ്. അങ്ങ് ദൂരെ മരുഭൂമിയിൽ ദൂരെ ഒരു നിഴൽചിത്രമായി മറയുന്നതുവരെ തന്റെ പ്രിയപ്പെട്ടവനെ നോക്കി നിന്നു സൈനബ്. കണ്ണു തുടച്ചുകൊണ്ട് അകത്തേക്ക് കയറുമ്പോൾ അബുല്ലാസ് വല്ലാത്ത ദുഃഖത്തിലാണ്, വല്ലാത്ത സങ്കടത്തിലാണ്. എത്രയും പെട്ടെന്ന് കച്ചവടം കഴിഞ്ഞ് ഒന്ന് തിരിച്ചു വരണം തന്റെ പ്രിയതമയുടെ അരികിലേക്ക് എന്ന ആ വലിയ ആഗ്രഹത്തോടെ ഒട്ടകപ്പുറത്ത് കയറി അബുല്ലാസ് അങ്ങനെ യാത്രയാവുകയാണ്. ഷാമിലെത്തി കച്ചവടമൊക്കെ കഴിഞ്ഞ് വളരെ ലാഭം കിട്ടി അവരങ്ങനെ തിരിച്ചു വരാൻ ഒരുങ്ങുകയാണ്. അബുല്ലാസിന് എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് എത്തണം. അങ്ങനെ മരുഭൂമിയും മാമലകളും താണ്ടി അവരങ്ങനെ മക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. മക്കയിൽ അതിനിടയിൽ സംഭവിച്ച ചില സംഭവ വികാസങ്ങളെ കുറിച്ച് ബോധമില്ലാതെ അറിയാതെ അവരെങ്ങനെ ഒരുപാട് യാത്ര ചെയ്ത് മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് അവസാനം മക്കയിൽ എത്തിച്ചേരുന്നു. മക്കയിൽ എത്തിച്ചേർന്ന അബുല്ലാസിനെ വരവേറ്റത് ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ്. എന്താണ് ആ വാർത്ത? അതാണ് കവി അടുത്ത ഇശലിൽ വിവരിക്കുന്നത്. കച്ചോടവും കാശിന്ദാബുല്ലാസെത്തി ഖുറൈശികൾ കഥബിരുത്തി അച്ഛം മോശിത്താറ്റൻ നബിയുള്ളാനേ പദം പോലി തീകൾ തീത്തോനേ അച്ചേദികൾ ചെവി തകം മോശിന്ദ അബുല്ലാസുടൻ മുന്തി മനയിൽ ചേർന്ന് മെച്ചം ബറാവണ്ണം വജുകും പാടി മെല്ലെ വിവരങ്ങൾ ഇണയിൽ ചോദിത്തുടൻ സൈന പൂരത്ത് പുല്ലും ചൂളാകുളം ഹക്ക് മടിയാത്തെല്ലും അതിനീരസമ്പത്ത് അബുല്ലാസുത്ത് അനുവാദമില്ലാതെന്തിനാണി ചെയ്ത് ഓതി കുറയില്ലെങ്കിലും എന്നിഷ്ടം ഓർത്തോയമേക്കലായതിൽ പൊരുത്തം ആദി റസൂലോരെ ആശിക്ക് മാറാ അടവിൽ കാശിയിൽ ദൂരത്ത് മാറൻ
അതെ, കച്ചവടം കഴിഞ്ഞ് മക്കയിലെത്തിയ അബുല്ലാസിന് നേരിടേണ്ടി വന്നത് വലിയൊരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു. ഒരു വല്ലാത്തൊരു വാർത്ത. എന്താണ് വാർത്ത? കാലാകാലങ്ങളായി പരമ്പരാഗതമായി നമ്മൾ വിശ്വസിച്ച വിശ്വാസങ്ങളും ആചാരങ്ങളും അറബിക്കടലിന്റെ അഗാധതയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഒരു പുതിയ വിശ്വാസം പുൽകണമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദിന്റെ അഭിപ്രായം എന്താണ്? ഇതുവരെ തങ്ങൾ വിശ്വസിച്ച വിശ്വാസങ്ങൾ, ആചരിച്ച ആചാരങ്ങൾ അതൊന്നും ശരിയല്ല. എന്താണ് മുഹമ്മദ് പറയുന്നത്? കെണ്ടനുണ്ടാം ഹുബിലെറിയണ്ടിയണ്ടാം അവൻ നിലയണ്ടും പണ്ടും ഉള്ളവനാകും എണ്ടും കീളുപ്പിമേൽ പുഷ്കരമാകെ ചമൈവാം വെയ്ത്തവൻ ദീനൊറ്റുരൈവാം വിട്ട റസൂൽ ഞാൻ എണ്ടും പണ്ടും പണ്ടേ കാരണർ നിണ്ടും കൊണ്ടേ മാർഗം ഇതൊണ്ടും വേണ്ട ഈ വഴി സാരം എണ്ടും പാരം മൊഴിന്തിവയാലഹിൽകളെ പാടെ മാറിത്ത് കൊണ്ടും കെണ്ടനുണ്ടാം. മുഹമ്മദിന്റെ വാദം എന്താണ്? കെണ്ടനുണ്ടാം, ദൈവമുണ്ട്. പക്ഷേ നമ്മളൊക്കെ വിശ്വസിക്കുന്നത് പോലെ അത് ലാത്തയല്ല, ഉസ്സയല്ല, ഹുബുലുല്ലയല, മനാത്തയല്ല. അത് ഏകനായ ഒരു ദൈവമാണ്. ഈ ആകാശങ്ങളും ഈ ഭൂമിയും എല്ലാം പടച്ചവൻ അവനാണ് സർവ്വതും നിയന്ത്രിക്കുന്നവൻ. ആ പടച്ചവന്റെ ദീൻ ഈ ലോകത്ത് പ്രഖ്യാപിക്കാൻ നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് ഞാൻ എന്നാണ് മുഹമ്മദ് വാദിക്കുന്നത്. അതെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ മക്കയുടെ സൈകതങ്ങളിൽ മാറ്റത്തിന്റെ കൊടുങ്കാറ്റുയർത്താൻ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയോഗിതനായിരിക്കുന്നു. ഹിറായുടെ ഗഹ്വരങ്ങളിൽ മഹാനായ മുഖറബായ മലക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നു. ഇഖ്റഇന്റെ നാദമത ആ ഗഹ്വരത്തിൽ മുഴങ്ങുകയാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. ആഹിറ എന്ന പർവ്വതത്തിന്റെ ഗുഹയ്ക്കകത്ത് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുമ്പോ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നു. ഇഖ്റ ഓതി കൊടുക്കുന്നു. പ്രവാചകനായി മാറുകയാണ്. പക്ഷേ ഖുറൈശികൾക്ക് അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. തങ്ങൾ വിശ്വസിച്ച വിശ്വാസം, ആചരിച്ച ആചാരം അതെല്ലാം പരമ്പരാഗതമായി പകർന്നു കിട്ടിയതാണ്. അത് പിഴുതെറിഞ്ഞുകൊണ്ട് പുതിയൊരു വിശ്വാസത്തെ പുൽകാൻ ഞങ്ങൾ തയ്യാറല്ലെന്നുറക്കെ പ്രഖ്യാപിച്ച ഖുറൈശികൾ. ആ കഥയാണ് അബുല്ലാസിനോട് പറയുന്നത്. അവര് പറഞ്ഞു, മുഹമ്മദ് ഈ പുതിയ മതവുമായി വന്നപ്പോ മുഹമ്മദിന്റെ വലയിൽ ചിലരൊക്കെ പെട്ടിട്ടുണ്ട്. ആ പെട്ട കൂട്ടത്തിൽ നിന്റെ ഭാര്യയായ സൈനബുമുണ്ട്. ഇതങ്ങ് കേട്ടപ്പോ അബുല്ലാസാകെ വാടി തളർന്നു പോയി. വല്ലാത്ത ദുഃഖം അബുല്ലാസിനെ വേട്ടയാടുകയാണ്. തന്റെ വിശ്വാസത്തിൽ നിന്ന് സൈനബ് പിന്മാറുകയോ മറ്റൊരു മതത്തിലേക്ക് ചേക്കേറുകയോ ആവേശമെല്ലാം തണുത്തുറഞ്ഞു. അങ്ങനെ വളരെയേറെ ദുഃഖത്തോടുകൂടി അബുല്ലാസ് തന്റെ വീട്ടിലേക്ക് തിരിക്കുമ്പോ വഴിക്കണ്ണുകളുമായി കാത്തിരിക്കുന്നുണ്ട് സൈനബ് വീട്ടിൽ. തന്റെ പ്രിയപ്പെട്ട മാരന്റെ നിഴൽ അങ്ങ് ദൂരെ കണ്ടപ്പോൾ തന്നെ ഓടിയെടുക്കുകയാണ് ആവേശത്തോടുകൂടി സൈനബ്. പക്ഷേ അരികത്തെത്തിയപ്പോഴും അബുല്ലാസിന്റെ മുഖത്ത് ഭാവഭേദമൊന്നുമില്ല. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം തന്റെ പ്രണയിയെ, തന്റെ പ്രിയപ്പെട്ടവളെ കാണുകയാണല്ലോ. ആ ഒരു ആവേശമൊന്നും അബുല്ലാസിന്റെ മുഖത്ത് കാണുന്നില്ല. എന്തു പറ്റി എന്റെ അബുല്ലാസിന്? സൈനബിന് വല്ലാത്ത വിഷമായി. അബുല്ലാസ് വന്നു, വീടിനകത്ത് കയറി, ഒന്നും പറയുന്നില്ല, തലയും താഴ്ത്തിയിരിക്കുകയാണ്. സൈനബ് ചോദിച്ചു, പ്രിയപ്പെട്ട ഭർത്താവേ, എന്താണ് അങ്ങേക്ക് പറ്റിയത്?
എന്താ മുഖമല്ലാതെ വാടിയിരിക്കുന്നത്? ഇത് ചോദിച്ചപ്പോ അബുല്ലാസ് കാര്യങ്ങളൊക്കെ തുറന്നു ചോദിക്കുകയാണ്. അബുല്ലാസ് തുറന്നു ചോദിക്കുകയാണ്, നീ ഒരു പുതിയ വിശ്വാസം പുൽകി എന്ന് കേട്ടല്ലോ. സൈനബ് പറഞ്ഞു, ശരിയാണ്, ഞാനത് നിങ്ങളോട് പറയാനിരിക്കുകയാണ്. എന്റെ പിതാവ് പ്രവാചകനായിരിക്കുന്നു, അത് സത്യത്തിന്റെ മാർഗമാണ്, അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. അബുല്ലാസ്, അങ്ങും ഈ വിശ്വാസം പുൽകണം, ഇതാണ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞപ്പോ അബുല്ലാസ് പറഞ്ഞു, സാധ്യമല്ല. കാലങ്ങളായി എനിക്ക് പകർന്നു കിട്ടിയ വിശ്വാസവും ആചാരങ്ങളും വലിച്ചെറിയാൻ ഞാൻ സന്നദ്ധനല്ല. എന്നോട് ചോദിക്കാതെ എന്തുകൊണ്ട് സൈനബേ നീ മതം മാറി? സൈനബ് പറഞ്ഞു, ഞാൻ എന്റെ പിതാവിനെ വിശ്വസിക്കേണ്ടതുണ്ടോ? അദ്ദേഹം പറഞ്ഞത്, എന്റെ പിതാവ് പറഞ്ഞത് സത്യമായ വിഷയമല്ലേ, എനിക്ക് മറ്റൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. മാത്രമല്ല, നിങ്ങളിത് കേൾക്കുമ്പോ നിങ്ങളും ആ വിശ്വാസം പുൽകുമെന്ന് ഞാൻ വിശ്വസിച്ചു. എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട ഭർത്താവേ, അങ്ങും ഈ വഴിയിലേക്ക് വരണമെന്നാണ്. അബുല്ലാസ് പറഞ്ഞു, എന്റെ പൊരുത്തമില്ല ഈ വിഷയത്തിൽ. പക്ഷേ സൈനബ്, എന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എന്റെ ആത്മാവ് നിറയെ, എന്റെ മനസ്സ് നിറയെ നീയാണ്. ഈ ഒരു വിഷയത്തിന്റെ പേരിൽ നിന്നോട് പിണങ്ങാൻ ഞാനില്ല. അബുല്ലാസ് തീർത്തു പറഞ്ഞു, എന്തായാലും ആ മതത്തിലേക്ക് ഞാനില്ല എന്ന് തീർത്തു പറഞ്ഞു. ചരിത്രത്തിൽ കാണാം, അബുല്ലാസ് വല്ലാത്ത ലാത്ത പ്രേമിയായിരുന്നു. ലാത്ത എന്നൊരു ദൈവത്തിന്റെ പേരാണ്. ഒരുപാട് ദൈവങ്ങളെ ആരാധിച്ചിരുന്നു എന്ന് ഖുറൈശികൾ. കാന അദദുൽ അസ്നാബിൽ മൻസൂബത്തി ഹൗലൽ കഅബത്തിൽ മുശറഫ 360 സനമ. കിതാബുകളിൽ കാണാം, പരിശുദ്ധമായ കഅബാലയം, ഈ ലോകത്ത് ആദ്യമായി ഏകനായ റബ്ബിനെ ആരാധിക്കാൻ പടുത്തുയർത്തിയ ഭവനം, ആ പരിശുദ്ധമായ കഅബയ്ക്ക് ചുറ്റുഭാഗത്തും 360 വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അക്കാലത്ത് എന്ന് ചരിത്രത്തിൽ കാണാം. അതിൽപ്പെട്ട ഒരു വിഗ്രഹമാണ് ലാത്ത എന്ന് പറയുന്നത്. ആ ലാത്തയെ വല്ലാതെ സ്നേഹിക്കുകയും ലാത്തയുടെ ഒരു ചെറിയ രൂപം ഏത് സമയത്തും പോക്കറ്റിൽ കരുതുകയും ചെയ്യുന്ന ആളായിരുന്നു അബുല്ലാസ് എന്ന് ചരിത്രത്തിൽ കാണാം. അതുകൊണ്ട് തന്നെ മറ്റൊരു വിശ്വാസത്തിലേക്ക് വരാൻ അബുല്ലാസ് തയ്യാറായില്ല. ഈ സമയത്ത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനവുമായി മുന്നോട്ട് ഗമിക്കുകയാണ്. മഹിദപ്പൊന്നിസ്ലാമിൻ ദഅവത്തിൽ മുഴുകി മാനിമ്പത്തിരു ത്വാഹ പാതിമക്കത്തളകി ജിഹബശിബെടിന്തപ്പോൾ ഖുറൈശോറന്നകന്തേ ചീമാനം നബിയുള്ളാടെ എതിർത്തിടാൻ മുതിർന്നേ എത്തിരതുൽമവറങ്കയണൈത്ത് ഉത്തരമാം പലരെ പ്രഹരിത്ത് പത്തിരറിപ്പടി ചിലരെ പതിത്ത് അഹ്മദാൻ ഹിജ്റത്തിൻ അനുവാദം കൊടുത്ത് അതിനാലെ മുഹാജിറുകൾ മദീനം വന്നെടുത്ത് ഇഹമിൽ തന്നീണയൊപ്പം വസിത്തിടാൻ ഇതിനായി തിരുത്വാഹ മകൾ കേറ്റം സുറൂറത്തി മത്തിറക്കുനശത്തൊരുമേറ്റ് മുത്തുനബിക്കെതിരിട്ട് നിലയിട്ട് ചുറ്റി വളഞ്ഞുട വാളുമെടുത്ത് കഥ ചൊല്ലി ജിബിരി ബന്ദി റസൂലിനമറായ് കറമുറ്റേ മദീനത്തെ കൂടഞ്ചാവോ ഹിജ്റ അതികൊത്ത് നബിയാസി അതിറാവിനടുത്ത് അത് കണ്ട് ബാലതാകെ പെരിയോനെ തൂതിത്ത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങുമ്പോൾ ഖുറൈശികൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ക്രൂരമായ പീഡനങ്ങൾ അവർ അഴിച്ചുവിടുകയാണ്. പലവിധത്തിലുള്ള പ്രയാസങ്ങൾ അവർ വഴിത്താരയിൽ വലിച്ചിടുകയാണ്. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ വല്ലാതെ വേദനിപ്പിച്ചു. എത്രത്തോളം എന്ന് വെച്ചാൽ മുത്തുനബിയുടെ 2 മക്കളെ, അബൂലഹബിന്റെ 2 ആൺമക്കളാണ് അവർ വിവാഹം ചെയ്തിരുന്നത്. റുഖിയ്യ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹുമായ വിവാഹം ചെയ്തിരുന്നത് അബൂലഹബിന്റെ മക്കളാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രഖ്യാപനത്തോടെ അബൂലഹബ് എന്ന് പറയുന്ന മുത്തുനബിയുടെ മൂത്താപ്പ ഏറ്റവും വലിയ ശത്രുവായി മാറുകയാണ്. എന്ന് മാത്രമല്ല, തന്റെ 2 മക്കളെ കൊണ്ടും ത്വലാഖ് ചെല്ലിപ്പിച്ചു, വീട്ടിലേക്ക് പറഞ്ഞയച്ചു. 2 പെൺമക്കൾ ഒരുമിച്ച് ത്വലാഖ് ചൊല്ലി വീട്ടിലേക്ക് വരുമ്പോൾ ഒരു പിതാവിന്റെ വേദന എത്രയായിരിക്കും. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ സഹിക്കുകയാണ്. ആ സമയത്ത് അബുല്ലാസിന്റെ അരികിലും വന്നു ഖുറൈശികൾ.
ഒരു വലിയൊരു ഓഫർ വെച്ചു. സൈനബിനെ നീ ത്വലാഖ് ചൊല്ലിയാൽ, സൈനബിനെ നീ ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ നിനക്ക് ഈ മക്കയിലെ ഏത് സുന്ദരിയെ, നീ ചൂണ്ടിക്കാണിച്ചു തരുന്ന സുന്ദരിയെ നിനക്ക് ഞങ്ങൾ വിവാഹം ചെയ്തു തരും. ഇതാണ് ഓഫർ. നമ്മുടെ മുമ്പിലാണ് ഈ ഓഫർ വെച്ചതെങ്കിലോ, പുത്തഞ്ചിറയിലെ ഏറ്റവും നല്ല സുന്ദരിയെ നിനക്ക് കല്യാണം കഴിച്ചു തരുമെന്ന് പറഞ്ഞാല് നമ്മുടെ മനസ്സിലൊക്കെ ലഡ്ഡു പൊട്ടൂലേ? ലഡ്ഡു പൊട്ടൂല എന്നാണ് പലരുടെ മുഖത്ത് നോക്കുമ്പോ മനസ്സിലാവണത്. ഞാൻ ചിരിക്കുന്നുണ്ട്, ഇരിക്കട്ടെ. അപ്പോ അബുല്ലാസ് പക്ഷേ സൈനബിനോടുള്ള പ്രണയം, സൈനബിനോടുള്ള സ്നേഹം അത് ഹൃദയത്തിൽ കൊരുത്തതായിരുന്നു. സൈനബിനെ ഉപേക്ഷിക്കാൻ ഒരിക്കലും അബുല്ലാസിന് മനസ്സ് വരില്ല. കാരണം അത്രമാത്രം അബുല്ലാസിന് പ്രിയപ്പെട്ടവളായിരുന്നു സൈനബ്. ഖുറൈശികൾക്ക് ഒരു മറുപടിയും പറയാതെ അയാൾ ബഹുമാനപ്പെട്ട അബുല്ലാസ് തിരിച്ചു പോവുകയാണ്. ഏതായാലും ഖുറൈശികൾ കടുത്ത മർദ്ദനങ്ങൾ അഴിച്ചുവിട്ടു. പാവപ്പെട്ട സ്വഹാബികൾക്ക് നേരെ ക്രൂരമായ മർദ്ദനങ്ങൾ അഴിച്ചുവിടുകയാണ്. വിശദീകരിക്കാൻ സമയമില്ല. പലർക്കും ജീവൻ പോലും നഷ്ടപ്പെട്ടു. ക്രൂരമായ മർദ്ദനങ്ങളേറ്റ് പലരും ജീവച്ഛവമായി മാറി. നമുക്കറിയാം ബിലാൽ തങ്ങളുടെ ചരിത്രം, മഹദി സുമയ്യയുടെ ചരിത്രം റളിയല്ലാഹു അൻഹ. അല്ലാഹു അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഈമാൻ പൂർത്തിയാക്കി തരുമാറാകട്ടെ, പൂർണ്ണമാക്കി തരുമാറാകട്ടെ. ആമീൻ. അങ്ങനെ ആ സന്നിഗ്ധ ഘട്ടത്തിലാണ്, മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ ഖുറൈശികൾ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചപ്പോഴാണ് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടാകുന്നത് അങ്ങ് ദൂരെ യസ്രിബിലേക്ക് അഥവാ മദീനയിലേക്ക് ഹിജ്റ പോകാൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ നിങ്ങൾ മദീനയിലേക്ക് പോകുക, നിങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും അവർ ചെയ്തു തരുമെന്ന് പറഞ്ഞപ്പോൾ മഹാന്മാരായ സ്വഹാബത്ത് അതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങളും പിറന്ന നാടും വീടും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അങ്ങ് ദൂരെ മദീനയിലേക്ക് അവർ ഹിജ്റ പോവുകയാണ്. അവർക്ക് വീട് പ്രശ്നമല്ല, സമ്പത്ത് പ്രശ്നമല്ല, അള്ളാഹുവിന്റെ ഹബീബിന്റെ കൽപ്പന കേൾക്കേണ്ട താമസം. എല്ലാ സമ്പത്തും മക്കയുടെ മണ്ണിൽ ഇട്ടേച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. അവർക്ക് വേണ്ടത് ഒന്നേ ഒന്ന് മാത്രം, അള്ളാഹുവിന്റെ തൃപ്തി വേണം. നാളെ പരലോകത്ത് ചെല്ലുമ്പോ പടച്ചവന്റെ സ്വർഗം ഞങ്ങൾക്ക് കിട്ടണം. ഈ ഒരൊറ്റ ചിന്ത മാത്രമായിരുന്നു മഹാന്മാരായ സ്വഹാബത്തിന്റെ ഹൃദയങ്ങളിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം മക്കയിൽ ഉപേക്ഷിച്ചുകൊണ്ട് നാടും വീടും സമ്പത്തും കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച ഹൃദയബന്ധങ്ങളും എല്ലാം മക്കയുടെ മണ്ണിൽ ഒഴിവാക്കിക്കൊണ്ട് മഹാന്മാരായ സ്വഹാബത്ത് മദീനയിലേക്ക് പലായനം ചെയ്യാണ്, കിലോമീറ്ററുകൾ താണ്ടി. ഈ സമയത്ത് വല്ലാത്ത ബേജാറിലാണ് നമ്മുടെ സൈനബുള്ളത്. എനിക്കും പോകേണ്ടി വരുമോ മദീനയിലേക്ക്? എന്റെ പ്രിയപ്പെട്ട അബുല്ലാസിനെ വിട്ടെരിഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് എനിക്ക് മദീനയിലേക്ക് പോകേണ്ടി വരുമോ എന്ന ബേജാറിലായിരുന്നു സൈനബ് കഴിഞ്ഞുകൂടിയത്. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട മകളുടെ മനസ്സ് വായിച്ചു. സൈനബ്, നിനക്ക് ഇഷ്ടം ഇവിടെ നിൽക്കലാണെങ്കിൽ, നിന്റെ ഭർത്താവിനോടൊപ്പം നിൽക്കലാണെങ്കിൽ നീ ഇവിടെ തന്നെ താമസിച്ചോളൂ എന്ന് പറഞ്ഞു മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വത്സലനായ പിതാവിന്റെ ആ ഒരു വാക്ക് കേട്ട് സൈനബിന് വല്ലാത്ത സന്തോഷമായി. അങ്ങനെ ഒരുവിധം ആളുകളൊക്കെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി കഴിഞ്ഞു. ഇനി വളരെ കുറച്ച് ആളുകൾ മാത്രമേ ബാക്കിയുള്ളൂ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കാത്തിരിക്കുകയാണ് അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് വേണ്ടി. ഖുറൈശികൾക്ക് മനസ്സിലായി, അധികം വൈകാതെ മുഹമ്മദും ഈ മക്ക വെടിയും പാടില്ല. മദീനയിൽ ചെന്നുകൊണ്ട് ആ മതം, ഇസ്ലാം എന്ന മതം അവിടെ പ്രചരിച്ചുകൂടാ. ദാറുന്നദവയിൽ അവർ ഒരുമിച്ച് കൂടുകയാണ്. അവർ തീരുമാനിച്ചു, ഇന്നു രാത്രി മുഹമ്മദിന്റെ കഥ കഴിക്കണം. അവർ തീരുമാനിച്ചുറച്ചു. സമയം അർദ്ധരാത്രിയായി. ഈത്തപ്പനയോലകൾ നീൾ വിരിച്ച മക്കയുടെ തെരുവീതിയിലൂടെ ഊരിപ്പിടിച്ച വാളുമായി 100ഓളം വരുന്ന യുവാക്കൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. വീട് വളയുകയാണ്. ഓരോരുത്തരും ഓരോരോ ഈത്തപ്പനയുടെ ചുവട്ടിലും മറ്റും ഒളിഞ്ഞിരിക്കുകയാണ്. നേരം പ്രഭാതമാകുമ്പോൾ മുഹമ്മദ് പുറത്തേക്ക് ഇറങ്ങി. വാതിൽ തുറക്കും. അതോടെ മുഹമ്മദിന്റെ കഥ കഴിയും. അവർ മനസ്സിൽ കണക്ക് കൂട്ടുകയാണ്.
അവരെങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നത്. അള്ളാഹുവിന്റെ കൽപ്പന അറിയിക്കുകയാണ് മദീനയിലേക്ക് ഹിജ്റ പോകണം. അങ്ങനെ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്നും ഒരു പിടി മണ്ണ് വാരിയെടുത്ത് പരിശുദ്ധ ഖുർആനിന്റെ ആദ്യത്തിലുള്ള സൂക്തങ്ങൾ ഓതി അതങ്ങോട്ട് കറാമത്തിന്റെ കൈകൊണ്ട്, ആ മുജിസത്തിന്റെ കൈകൊണ്ട് വലിച്ചെറിഞ്ഞപ്പോൾ ഓരോ മണൽത്തരികളും ഓരോരോ ഖുറൈശികളുടെ കാത്തിരിക്കുന്ന ശത്രുക്കളുടെ കണ്ണിലും പതിക്കുകയാണ്. കാര്യമറിയാതെ അവർ കണ്ണിങ്ങനെ തിരുമ്പിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്കിടയിലൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ദൂരെ മദീനയിലേക്ക് പോകാൻ വേണ്ടി തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. ആ രണ്ടുപേരും കൂടി പരിശുദ്ധമായ മദീനയിലേക്ക് യാത്രയാവുകയാണ്. മണിമുത്ത് സഫിയുള്ള മദീനത്തിൽ തൂകി പുതുവേട്ടം ഇറതിരിന്റെ സമയം തങ്കമിന്നൊളിവുടെ തിരുനബി സവിധം പങ്കിയിൽ വെള്ളിപ്പെടും പലരുമയവിടം ചൊങ്കളും ഒലിവിടും സുരഭിലയമൃതം തൂമാ വെളിപ്പെട്ട് സുറൂറാടുന്നേ പെരിയവൻ ദവസാന നബി മൂത്ത് ആകെ അത് റാവിൽ ഗതി മാറിത്ത് അവിടം കണ്ടലധികമേ ഒടുമയിലടുത്ത് ചണ്ടകൾ പതിയതിൽ ഒഷിതത് മടുത്ത് പണ്ടവൻ അരുന്നിട്ടും കറകളെ വരുത്ത് ആകെ മറിന്തുള്ളം കമറായിലെങ്കി ചോദി തേലിന്തിരുൾ മറൈந்த പള്ളാദീനേശം ചോക്ക നബിവാണൻ ഗസ്ഹാബോത്ത് ത്വയ്ബ ചെണ്ടത് മുതല വിടിലയൊരു കഥനം ഉണ്ടതി മധുരിമ വിടരുമെ മദനം കണ്ടിട ഇതകതീരണമെ സുവനം ചേരിൽ വിരിന്തല്ലോ കമല ചെണ്ട ആദി കൂടിത്തേറ്റം കളപത്തി കുറേശോരി ആട്ടം കേടുത്തീടാൻ ഒടിത്തുള്ളാലേ അങ്കമിനയിൽ പലതരം അവർ ഒരുക്കി അങ്കികൾ പടപരിനെടുകളെ മെരുക്കി അങ്കമിനൊരു പശി പല നില തിരക്കി ആനേ അതുവാകൾ ഒരുങ്ങി നിന്നേ ആനേ അതുവാകൾ ഒരുങ്ങി നിന്നേ. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട ജന്മനാടിനോട് വിട പറഞ്ഞ് മദീനയിലേക്ക് പുറപ്പെടുകയാണ്. മദീന നിവാസികൾ കാത്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ കാണാനുള്ള ആകാംക്ഷയോടുകൂടി അവരെന്നും മദീനയുടെ അതിർത്തിയിലേക്ക് വരും. അവരങ്ങനെ എല്ലാ ദിവസവും കാത്തിരിക്കും. ഒരു ദിവസം അവരുടെ ആശകൾ പൂവണിയിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് കടന്നു വരികയാണ്. അപാലവൃദ്ധ ജനങ്ങളും അവിടെ കൂടിയിട്ടുണ്ട്. എന്തൊരാവേശത്തോടു കൂടിയാണ് അവർ കാത്തിരിക്കുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോ അവരുടെ സന്തോഷം അടക്കാൻ വയ്യ. അവരത് വളരെയേറെ സ്നേഹത്തോടുകൂടി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ പാദവല്ലരികൾ മദീനയുടെ മണ്ണിനെ സ്പർശിച്ചപ്പോൾ ആവേശത്തോടുകൂടി അവരത് ബൈത്തുകൾ പാടിക്കൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തങ്ങളുടെ നാട്ടിലേക്ക് ആനയിക്കുകയാണ്. ബദറുവിന്റെ സുന്ദരമായ സന്ദേശം, ആ സുന്ദരമായ ഗാനബീജികളത അവിടെ ആനയിക്കുകയാണ്. എന്തൊരാവേശം, എന്തൊരു സന്തോഷം! വല്ലാത്ത വികാര വിചാരങ്ങളോടെ അതാ സന്തോഷത്തോടെ ആനയിക്കുമ്പോൾ വലിയ വലിയ വൃദ്ധന്മാരുണ്ട്. എല്ലാവരും കൂടിയതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹപുരസ്സരം തങ്ങളുടെ മണ്ണിലേക്ക് ആ കസുവയുടെ കയർ പിടിച്ചുകൊണ്ട് അവരങ്ങനെ ആനയിച്ചു കൊണ്ടുപോവുകയാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എന്റെ മുത്തുനബി എന്റെ അതിഥിയായെങ്കിൽ എന്ന് ഓരോരുത്തരും കരുതുന്നുണ്ട്. അങ്ങനെ വളരെയേറെ സന്തോഷത്തോടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവരങ്ങനെ തങ്ങളുടെ മദീനയുടെ വീതിയിലൂടെ ആനയിച്ചു കൊണ്ടുപോവുകയാണ്. മദീനയിലെത്തി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
മദീനയുടെ മണ്ണും ആ മനസ്സും കീഴടക്കി പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. നിറവൊത്ത മക്കത്തബുല്ലാസൊത്ത് ആരിക്ക സിന്ധു കോശി നിറൈந்து കരയത്തെ ഹുപ്പിൽ പാളുന്നു ചേലായി കാലം കടന്ന് ഇരപകലായും ചരക്കോടെ മക്കം വിട്ട് 10 പേരൊട്ടകം ഏറിട്ട് അറിയാശം കൊള്ളെ തിജാറത്തിനായി ഒപ്പം നന്ദി കൊതിത്തിരിക്കും പോതിൽ എട്ടും ഹബറൊട്ടണുന്ത് കാതിൽ അഹ്മദും കൂട്ടരത്തി ഉള്ളേ മീമാൽ കൈവശപ്പെടുത്തി വന്നുള്ള വാർത്തയിൽ ദോഷം കൊണ്ട് വെക്കം മാറുങ്കെ പടക്ക് വിണ്ട് കണ്ണിയാ സൈനബിനുള്ളം വെന്ത് കണ്ണൂരി വീത്തി ദുആയിരണ്ട്. അതെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ മദീനയിൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങുമ്പോൾ നാം വീണ്ടും ഒന്ന് പോവുകയാണ് ആ മക്കയിലേക്ക്. മക്കയിൽ വലിയൊരു സന്തോഷം, ഒരു ആഘോഷം അലതല്ലുകയാണ്. എല്ലാവരും വലിയ ആഹ്ലാദത്തിലാണ്. അവിടെ നിന്നും ഒരു കച്ചവട സംഘം പുറപ്പെടുന്നു. അബൂ സുഫിയാൻ എന്ന് പറയുന്ന ഖുറൈശി നേതാവിന്റെ നേതൃത്വത്തിൽ 70 പേരടങ്ങുന്ന ഒരു മഹാസംഘം ഒരു വലിയ കച്ചവടത്തിന് വേണ്ടി പോകാൻ ഒരുങ്ങുകയാണ്. ആ കച്ചവടത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് സാധാരണ കച്ചവടമല്ല. മക്കയിലുള്ള ഒരാളൊഴികെ ബാക്കി എല്ലാവരുടെയും സമ്പത്ത് മൂലധനമായി സമാഹരിച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. എന്ന് മാത്രമല്ല, ആ സമ്പത്തിൽ വലിയൊരു ഭാഗം മഹാന്മാരായ സ്വഹാബത്തിൻ്റെതാണ്. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയപ്പോ അവർ ഇട്ടേച്ചു പോയ സ്വത്തൊക്കെ ഉണ്ടല്ലോ, ആ സ്വത്ത് മുഴുവനും അവർ സംഭരിച്ചു. ഒരു ബൈത്തുൽ മാൽ, ഒരു പൊതു ഫണ്ട് ഉണ്ടാക്കി. ആ ഫണ്ടിൽ നിന്ന് മൂലധനം എടുത്തുകൊണ്ടാണ് ഈ കച്ചവടത്തിന് പോകുന്നത്. അങ്ങനെ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ആ മഹാസംഘം, ആ വലിയ കച്ചവട സംഘം 1000-ഓളം ഒട്ടകങ്ങൾക്ക് വഹിക്കാവുന്ന കച്ചവട ചരക്കുമായി അവരങ്ങനെ മുന്നോട്ട് പോവുകയാണ്. എല്ലാവരുടെയും ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങി അബൂ സുഫിയാനും സംഘവും ആ ഷാമിലേക്ക് അവർ യാത്ര തിരിക്കുമ്പോൾ ഇവിടെ അബുല്ലാസും സൈനബും വളരെയേറെ സന്തോഷത്തോടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നു. അവർ വലിയ ആഹ്ലാദത്തിലാണ്, വലിയ സന്തോഷത്തിലാണ് സൈനബും അബുല്ലാസും ഉള്ളത്. കാരണം സൈനബ് ഗർഭിണിയാണ്. അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു കുഞ്ഞ് പിറക്കാൻ പോവുകയാണ്. അതിന്റെ സന്തോഷത്തിലാണ് രണ്ടുപേരും ഉള്ളത്. തങ്ങൾക്ക് പിറക്കാനിരിക്കുന്ന ഓമന കുഞ്ഞിനെ സ്വപ്നം കണ്ടുകൊണ്ട് ദിവസങ്ങൾ ഇങ്ങനെ തള്ളി നീക്കുമ്പോ അവരിങ്ങനെ ആഹ്ലാദം പങ്കിടുമ്പോ മക്കക്കാരും വലിയ ആഹ്ലാദത്തിലാണ്. അതെന്തുകൊണ്ടാണ്? ഷാമിലേക്ക് പോയ അബൂ സുഫിയാനും സംഘവും തിരിച്ചു വരുന്നു. അവരെ വരവേൽക്കാൻ വളരെയേറെ സന്നാഹങ്ങൾ ഒരുക്കി അവർ കാത്തിരിക്കുകയാണ്. ഈ സമയത്താണ് മക്കയെ മുഴുവനും ഞെട്ടിച്ചുകൊണ്ട് ഒരു വാർത്ത പരക്കുന്നത്. എന്താണ് വാർത്ത? ഉന്നഹമതും കൂട്ടരത്തി ഉള്ളമേമാൽ കൈവശപ്പെടുത്തി വന്നുള്ള വാർത്തയിൽ രോഷം പൂണ്ട് വെക്കം ഒരുങ്ങി പടക്കി വിണ്ട്. അതെ, മുഹമ്മദും അനുയായികളും അബൂ സുഫിയാനെയും സംഘത്തെയും ആക്രമിച്ചിരിക്കുന്നു. അവരുടെ സമ്പത്ത് മുഴുവനും കൊള്ളയടിച്ചിരിക്കുന്നു. അബൂ സുഫിയാനും സംഘവും അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. ഈ ഒരു വാർത്തയാണ് അവിടെ പരക്കുന്നത്. ഇത് കേട്ട് ഖുറൈശികൾ ഞെട്ടിത്തരിച്ചു. മക്ക മുഴുവനും വിലാപം കൊണ്ട് മൂടുകയാണ്. വീടുകളുടെ അകത്തളങ്ങളിൽ നിന്ന് സ്ത്രീകൾ പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. അല്ലാത്ത കരച്ചിലിന്റെ ശബ്ദം ഇങ്ങനെ മുഴങ്ങുകയാണ്. പെണ്ണുങ്ങളല്ലേ, കരയാൻ ഒരു കാരണം കാത്തിരിക്കല്ലേ. പൊതുവെ പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലോ, എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാൽ മതി അവർക്ക് കരയാൻ. സീരിയലുണ്ട് കണ്ട് കരയുടെ എത്രയോ പെണ്ണുങ്ങളുണ്ട്. നിങ്ങൾക്കതറിയില്ല, കാരണം ഈ നാട്ടിലെ പെണ്ണുങ്ങളൊന്നും അങ്ങനെ സീരിയലൊന്നും കാണുന്നുണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്കതറിയില്ല. അള്ളാഹു നമ്മുടെ നമ്മുടെ ഭാര്യമാരൊക്കെ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായാലും സ്ത്രീകളൊക്കെ ഭയങ്കര കരച്ചില്. സ്ത്രീകൾ കരഞ്ഞാൽ എന്താ കുഴപ്പം? സ്ത്രീകൾ കരഞ്ഞാൽ അത് കാണുന്ന കുട്ടികളും കൂടെ കരയും.
കുട്ടികളുണ്ട് ഹലാക്കിന്റെ കരച്ചിൽ. കുട്ടികൾ സമ്പത്ത് പോണ വിഷമമൊന്നുമല്ല, ഉമ്മ കരയണ അപ്പൊ ഞാനും കരയണ, അത്രയേ ഉള്ളൂ. കുട്ടികൾ അനുകരിക്കുകയാണല്ലോ, അവറ്റങ്ങ് വേറൊന്നും പറഞ്ഞിട്ടല്ല. നമ്മൾ എന്ത് ചെയ്യുന്നോ അതാണ് നമ്മുടെ മക്കൾ അനുകരിക്കുക. നമ്മൾ ഏത് ഭാഷ പ്രയോഗിക്കുന്നോ ആ ഭാഷയാണ് നമ്മുടെ മക്കൾ പ്രയോഗിക്കുക. 1-ാം ക്ലാസ്സിൽ ഭയങ്കര ബഹളം, കുട്ടികളൊക്കെ കൂടി കലപില കൂട്ടുകയാണ്. ഉസ്താദിന് ദേഷ്യം വന്നൊരു വടിയെടുത്തിട്ട് ഒറ്റടി, ഒറ്റ ഒച്ച. അതോടെ കുട്ടികളൊക്കെ സൈലന്റ് ആയി. ഒരുത്തനങ്ങോട്ട് ചാടിയാണ്, പേടിപ്പിച്ചു കളഞ്ഞല്ല നായിന്റെ മോനെ. അപ്പോ നമ്മുടെ മക്കളുടെ അവസ്ഥ പറയാണ്, അതാ കുട്ടി വീട്ടിൽ നിന്ന് പഠിച്ചതാണ്. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാധീനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ കുട്ടികളുടെ കരച്ചില് ആകെ കൂടി ബഹളമയമാണ്. ഖുറൈശികളുടെ രക്തം തിളച്ചു. യുവാക്കൾ പറഞ്ഞു, ഇത് വിട്ടുകൊടുക്കാൻ പാടില്ല. മുഹമ്മദിനെയും അനുയായികളെയും ഒരു പാഠം പഠിപ്പിച്ചേ അടങ്ങൂ. അതുകൊണ്ട് മക്കക്കാരെ, ഇത് നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഒരുങ്ങണം, എല്ലാവരും ആയുധങ്ങൾ ഒരുക്കണം. എത്രയും പെട്ടെന്ന് ആ ബദറിലേക്ക് മാർച്ച് ചെയ്യണം. ഒരാളും ഒഴിവാകാൻ പാടില്ല. അവരുടെ നേതാവായ അബൂജഹൽ, ആരാണ് നേതാവ്? അബൂജഹൽ LA. അബൂജഹൽ LA എന്ന് പറഞ്ഞ മനസ്സിലായ? അബൂജഹൽ എന്നുള്ളത് ശരിയായ പേരല്ല, LA എന്നുള്ളത് അവന്റെ ഇനീഷ്യലുമല്ല. അബൂജഹൽ അവന്റെ പേരെന്താണ്? അംർ ഇബ്നു ഹിശാം എന്നാണ്. പിന്നെ കയ്യിലിരിപ്പോണ്ട് കിട്ടിയ പേരാണ് അബൂജഹൽ എന്നുള്ളത്. LA എന്ന് പറഞ്ഞാൽ ലഅനത്തുല്ലാഹി അലൈഹി. നമുക്ക് സമയം കുറയാതെ ഞാൻ ഷോർട്ട് ഫോം ആക്കിയതാ. ലഅനത്തുല്ലാഹി അലൈഹി എന്നുള്ള ചുരുക്കി പറഞ്ഞാണ് LA. ഷോർട്ട് ഫോമിന്റെ കാലാണല്ലോ അത്. പണ്ടൊരു പെണ്ണ് ഗൾഫിലേക്ക് ഭർത്താവിന് ഫോൺ ചെയ്യാണ്. ഫോൺ ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതിങ്ങനെ ഓൺ ഷോപ്പില്ലാണ്ട് പറഞ്ഞു, ഒന്ന് ചുരുക്കി പറയ് എന്ന് പറഞ്ഞു ഭർത്താവ്. അപ്പൊ പെണ്ണ് പറഞ്ഞു, ആ പേ കൂപ്പേ. പെണ്ണ് ഇതും പറഞ്ഞു ഫോൺ വെച്ചു. വീണ്ടും ഇയാൾ വിളിച്ചു, ആപ്പേ കൂപ്പേ, നീ എന്താ പറഞ്ഞെന്ന് വെച്ചു. അല്ല, നിങ്ങളെ ചുരുക്കി പറയാൻ പറഞ്ഞത്? ആ, ഞാൻ ചുരുക്കി പറഞ്ഞ ആമിനെ പെറ്റു കുട്ടി പെണ്ണ്, അതാണ് ആപ്പേ കൂപ്പേ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ അബൂജഹൽ എന്ന് പറയുന്ന ആ ഖുറൈശി നേതാവ്, അയാൾ ആർത്തട്ടഹസിച്ച് വിളിച്ചു പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ ഒരുങ്ങണം, ഇതിന് പ്രതികാരം ചെയ്യണം, മുഹമ്മദിനെ വെറുതെ വിട്ടുകൂടാ, എല്ലാവരും ഇതിൽ പങ്കാളിയാകണം എന്ന് പറഞ്ഞപ്പോ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ആരൊക്കെയാണ് മക്കയിൽ നിന്നും ആ ബദറിലേക്ക് പുറപ്പെടുന്നത്? അതിനെക്കുറിച്ചാണ് കവി അടുത്ത ഈശലിൽ വിവരിക്കുന്നത്. പോകും പുലർക്കാലേ ഓരിന്നയന്തേ ബദറിലേക്ക് ഖുറൈശൊപ്പം പോകാതെ ബൈലൻഡോ മലേതുവാ ചെയ്യിപ്പം ആരംഭ ബീവി നിലയ്ത്ത് ശേഷം കുനിത്തിട്ട് ആരോടൂരക്കുമെൻ നോവിലാഹി എന്നോർത്തിട്ട് പിറ തൊട്ട് പോറ്റിയ സാധനുണ്ടൊരു ഭാഗത്ത് നിറയുള്ളു മാരനോ മറുഭാഗത്ത് പകരിൽ മന വിട്ട് നാപ്പത്തേറി ഉറുജായേ പാവരെ കൂട്ടം ചേർന്നിട്ട ബുല്ലാസ് നടയായേ പകയൻ ഹിശാമിന്റെ ഇബ്നു മാറ്റ് റുഅസാക്കൾ പവന കഅബത്തിൽ എത്തി തേടിയ നേതാക്കൾ പാകൊത്തിട്ടുണ്ടായി കോടനാക്ക ദശനങ്ങൾ പാട്ടും മണി വീണ വെപ്പും മാട്ടേറും കോശങ്ങൾ പോകേകാരിന്ത് താജിറുകൾ മാക്ക തഴുന്തെന്ന് ഓശരമാടങ്ങാമ പോരിനായി തുളരുന്ന. അതെ,
മക്കയിൽ വലിയൊരു പടപ്പുറപ്പാടിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാവുകയാണ്. അവർ വാളുകൾക്ക് മൂർച്ച കൂട്ടി, ആയുധങ്ങൾ പലതും ഒരുക്കി, ആവണനാഴിയിൽ അമ്പ് നിറച്ചു, പടക്കുതിരകളെയും ഒട്ടകങ്ങളെയും ഒരുക്കി. വലിയ പുറപ്പാടിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കഴിഞ്ഞിരിക്കുന്നു. ഈ പടപ്പുറപ്പാടിൽ എല്ലാ പുരുഷന്മാരും പങ്കെടുക്കണം. അഥവാ പങ്കെടുക്കാതെ മാറി നിന്നാൽ അവൻ രാജ്യദ്രോഹിയായി ചിത്രീകരിക്കപ്പെടും, അവൻ ഒറ്റപ്പെടും. അതുകൊണ്ട് തന്നെ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ചിലർ ആ കൂട്ടത്തിൽ കൂടുന്നുണ്ട്, പോകാൻ ഒരുങ്ങുന്നുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടയാളാണ് അബുല്ലാസ്. അബുല്ലാസിന് പോകാൻ താല്പര്യമില്ല. പക്ഷേ പോകാതിരുന്നാൽ താൻ ഒറ്റപ്പെടുമോ എന്നുള്ള ചിന്തയിൽ അബുല്ലാസും പോകാൻ ഒരുങ്ങുകയാണ്. സമയം സന്ധ്യ കഴിഞ്ഞു, നാളെയാണ് പുറപ്പെടുന്നത്. അബുല്ലാസ് തന്റെ വീട്ടിലെത്തി. വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന സൈനബിന്റെ മുഖത്തേക്ക് നോക്കാൻ ത്രാണിയില്ലാതെ തലതാഴ്ത്തി നിന്ന അബുല്ലാസ് പറഞ്ഞു, സൈനബ്, നാളെയാണ് ബദറിലേക്കുള്ള പുറപ്പാട്. പോകാൻ ഇഷ്ടമുണ്ടായിട്ടില്ല, നിവൃത്തിയില്ല പോകാതിരിക്കാൻ. അതുകൊണ്ടാണ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. സൈനബ് തലയും താഴ്ത്തി നിന്നു. ആ മനസ്സിന്റെ നൊമ്പരം കണ്ണുനീർ തുള്ളികളായി കവിൾത്തടങ്ങളിലൂടെ ചാലിട്ടൊഴുകയാണ്. അല്ലാഹുവേ, എന്റെ ദുഃഖം ഞാൻ ആരോട് പറയാൻ? ആരറിയാൻ എന്റെ വേദന? ഒരു ഭാഗത്ത് പ്രിയപ്പെട്ട ഭർത്താവ്, മറുഭാഗത്ത് തന്റെ പ്രിയപ്പെട്ട പിതാവ്. ആർക്കു വേണ്ടി ഞാൻ ദുആ ചെയ്യണം? പടച്ചോനെ, എന്താണ് നിന്റെ തീരുമാനം? എന്നെ വിധവയാക്കാനാണോ, അതോ എന്നെ അനാഥയാക്കാനോ? യത്തീമാകാനാണോ എന്റെ വിധി, അതോ വിധവയാകാനാണോ? വല്ലാത്ത സങ്കടത്തോടെ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് സ്വയം ചോദിക്കുകയാണ് പടച്ചോനോട്. വല്ലാതെ കേണ് പറയുകയാണ്, പടച്ചോനെ, നിന്റെ വിധി എന്താണെന്ന് എനിക്കറിയില്ലല്ലോ. സങ്കടം തിരതല്ലുന്ന മനസ്സുമായി സൈനബ് റളിയല്ലാഹു അൻഹു ഉറങ്ങാൻ കിടന്നു. പക്ഷേ അവർക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. നാളത്തെ പ്രഭാതം പുലർന്നില്ലെങ്കിൽ എന്നവർ അറിയാതെ ആഗ്രഹിച്ചു പോയ സന്ദർഭമായിരുന്നു. സമയം ഇഴഞ്ഞിഴഞ്ഞു നീങ്ങി. ഒരു പോള കണ്ണടയ്ക്കാൻ സൈനബിന് കഴിഞ്ഞില്ല. പിറ്റേന്ന് പ്രഭാതം പൊട്ടിവിടർന്നപ്പോ അബുല്ലാസ് യാത്രയാവുകയാണ്. തന്റെ ഭാര്യയുടെ മുഖത്തേക്ക്, പ്രിയപ്പെട്ട സൈനബിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കാൻ പോലും കഴിയാതെ സൈനബിനെ വീട്ടിൽ തനിച്ചാക്കിയിട്ട് അബുല്ലാസ് അവിടെ നിന്നും ഒട്ടകപ്പുറത്ത് കയറി നടന്നു നീങ്ങുകയാണ്. പകലിൽ മനവിട്ട് നാകത്തേറി ഖുറൂജായേ, പാവരെ കൂട്ടം ചേർത്തിട്ടബുല്ലാസ് നടയായേ. അബുല്ലാസ് അതാ ഒട്ടകത്തെ ആട്ടിത്തെളിയിച്ചുകൊണ്ട് ആ ഖുറൈശികളോടൊപ്പം കൂടുകയാണ്. എല്ലാവരും പരിശുദ്ധമായ കഅബ ശരീഫിന്റെ സമീപത്ത് തടിച്ചുകൂടിയിരിക്കുന്നു. ഒരുപാട് ആളുകൾ, ആയുധങ്ങൾ, ഒട്ടകങ്ങൾ, കുതിരകൾ, എല്ലാം പരിശുദ്ധമായ മദീനയുടെ ചാരത്ത്, പരിശുദ്ധമായ മക്കയിലെ കഅബ ശരീഫിന്റെ ചാരത്ത് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ മഹത്തായ പരിപാടിക്ക് ദുആ ചെയ്യാൻ നേതൃത്വം ഇങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. എല്ലാവരും എഴുന്നേറ്റ്. ഇതൊരു സാധാരണ നേതാവല്ല, ഞാൻ വെറുതെ പറയല്ല, ഇതൊരു സാധാരണ നേതാവല്ല. ഏതു കാര്യത്തിനും മുൻപന്തിയിൽ നിൽക്കാൻ കഴിവുള്ള ഒരു നേതാവാണ്. ഏത് കാര്യം മനസ്സിൽ തീരുമാനിച്ചാലും നടപ്പാക്കാൻ കഴിവുള്ള ഒരു നേതാവാണ്. അതെ, പരിശുദ്ധമായ കഅബ ശരീഫിന്റെ കില്ല പിടിച്ചുകൊണ്ട് ദുആ ചെയ്യാൻ നേതാവായ അബൂജഹൽ ഇതാ കടന്നു വരികയാണ്. കുറെ നേരം ഇങ്ങനെ ഇരിക്കുമ്പോ ഒന്ന് നിന്നാലൊരു റിലാക്സ് ആവില്ലേ, അതിനുവേണ്ടി നിൽക്കാൻ പറഞ്ഞാണ്. ഏതായാലും നമ്മൾ നിന്നതല്ലേ, നമുക്കൊരു സ്വലാത്തിലിട്ടിരിക്കല്ലേ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്, ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വൻ നിഖ്മ വമിൻ ഹമ്മിൻ വമിൻ ഉമ്മ ബി അഹ്ലിൽ ബദരി യാ അല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ്
على ياسين حبيب الله إلهي نافذ الكربا عن العاصين واللطبا وكل بلية ووباء بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله നേതാവായ അബൂജഹൽ കടന്നു വരികയാണ്. ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ് വലിയ പത്രാസിലാണ്, പളപളാ തിളങ്ങുന്ന വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞിട്ടാണ് അബൂജഹൽ വരുന്നത്. അങ്ങനെ അഹങ്കാരിയായ അബൂജഹൽ പരിശുദ്ധമായ കഅബ ശരീഫിന്റെ ചാരത്ത് ചെന്ന് ദുആ ചെയ്യുകയാണ്. സത്യത്തെ വിജയിപ്പിക്കണേ, വിശദീകരിക്കുന്നില്ല. സത്യത്തെ വിജയിപ്പിക്കണേ എന്ന് ദുആ ചെയ്യണം. എല്ലാവരും ആവേശത്തോടുകൂടി ആമീൻ ആമീൻ പറയാ. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അവരവിടെ നിന്ന് പുറപ്പെടുന്നു. ആർത്തിരമ്പുന്ന തിരമാല പോലെ, ആഞ്ഞു വീശുന്ന കൊടുങ്കാറ്റ് പോലെ മക്കയുടെ തെരുവോരങ്ങളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് അബൂജഹലിന്റെ സൈന്യമതാ വിശുദ്ധമായ ബദറിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. സർവ്വവിധ സാമഗ്രികളുമായി 100 കുതിരകളുണ്ട്, പടക്കുതിരകൾ, 700 ഒട്ടകങ്ങളുണ്ട്, ഇഷ്ടംപോലെ ഭക്ഷണ സാധനങ്ങളുണ്ട്. എല്ലാം ഒരുക്കിക്കൊണ്ട് ഒരു വലിയ യുദ്ധത്തിന് തയ്യാറെടുത്തുകൊണ്ട് അബൂജഹലിന്റെ നേതൃത്വത്തിൽ ആ മഹാസൈന്യം അലറിപ്പായുന്ന ആ വലിയൊരു ഈറ്റപ്പുലിയെ പോലെ അഹങ്കാരത്തോടുകൂടി മക്കയിലെ ഈ ഖുറൈശി തറവാട്ടിലെ ഈ വലിയ കാരണവന്മാരായ നേതാക്കന്മാരായ യുദ്ധവീരന്മാരായ ഞങ്ങൾ മദീനയിലേക്ക് പോകുന്നത്, ബദറിലേക്ക് പോകുന്നത് മുഹമ്മദിനെയും കൂട്ടരെയും ഒരു പാഠം പഠിപ്പിക്കാനാണ്. കഅബയുടെ നാഥനാണ് സത്യം. മുഹമ്മദിനെയും അനുയായികളെയും മക്കയുടെ മണ്ണിൽ വകവരുത്തിയിട്ടല്ലാതെ, ബദറിന്റെ മണ്ണിൽ അരിഞ്ഞു വീഴ്ത്തിയിട്ടല്ലാതെ മക്കയുടെ മക്കളിന് മടങ്ങി വരില്ല എന്ന ശപഥം ചെയ്തുകൊണ്ടാണ് അബൂജഹലും സൈന്യവും അവിടെ നിന്ന് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ പോയി അധിക ദൂരം എത്തിയിട്ടില്ല. അതിനു മുമ്പ് തന്നെ കച്ചവട സംഘം അബൂ സുഫിയാനും സംഘവും മക്കയിൽ തിരിച്ചെത്തി. മക്കയിൽ വന്നപ്പോ ഒരൊറ്റ കുഞ്ഞു പോലും ഇല്ല. അന്വേഷിച്ചറിഞ്ഞു, എല്ലാവരും കൂടി ബദറിലേക്ക് പോയിരിക്കുകയാണ് അത്രേ. അപ്പോ ഈ സംഘത്തല്ലേ ആക്രമിച്ചു എന്ന് പറഞ്ഞത്? ഈ സംഘത്തിന്റെ സമ്പത്തല്ലേ കൊള്ളയടിച്ചു എന്ന് പറഞ്ഞത്? അതൊരു ഫേക്ക് ന്യൂസ് ആയിരുന്നു സത്യത്തിൽ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും വന്നു എന്നത് നേരാണ് ഇവരെ പിടികൂടാൻ വേണ്ടിയിട്ട്. പക്ഷേ പിടികൊടുക്കാതെ മറ്റൊരു വഴിയിലൂടെ അബൂ സുഫിയാനും സംഘവും മക്കയിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. അബൂ സുഫിയാൻ മനസ്സിലായി, ഇനിയൊരു യുദ്ധം നല്ലതല്ല, ഒരു ന്യായവുമില്ല. അതുകൊണ്ട് തന്നെ ഖൈസ് ഇബ്നു ഇമ്രുൽ ഖൈസ് എന്ന് പേരുള്ള ഒരു മനുഷ്യനെ വിളിച്ചിട്ട്, ഒരു യുവാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് അബൂജഹലിന്റെ അടുക്കൽ വാർത്ത കൊടുക്കണം, തിരിച്ചു വരാൻ പറയണം, ഇനിയൊരു യുദ്ധം ശരിയല്ല. ഖൈസ് ഇബ്നു ഇമ്രുൽ ഖൈസ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ ഒട്ടകപ്പുറത്ത് കയറി അതിവേഗത്തിൽ അബൂജഹലിന്റെ അരികിലെത്തുന്നു. സംഗതിയൊക്കെ പറയുകയാണ്. പക്ഷേ അബൂജഹലിന് യുദ്ധം ചെയ്തേ മതിയാവും. സമാധി സമാധി സമാധി, ഇത് മാത്രമാണ് അയാളുടെ ലക്ഷ്യം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അനുയായികളെയും വകവരുത്തണം. ഈ ഒരു ചിന്തയോടെ അബൂജഹലും സംഘവും മുന്നോട്ട് തന്നെ യാത്ര ഗമിക്കുകയാണ്. ഖൈസ് ഇബ്നു ഇമ്രുൽ ഖൈസിനെ തിരിച്ചയക്കുകയാണ്. അങ്ങനെ 10 ദിവസത്തെ നീണ്ട യാത്രയ്ക്ക് ശേഷം ആ സൈന്യം പരിശുദ്ധമായ ബദറിൽ എത്തിച്ചേരുകയാണ്. ഉത്തമദീനെ എതിർത്തിടാനത്തൊരു മിത്ത് ബദിറേശി ദീപുക്കൾ ഉണ്ടു കൂടിത്തും മതിത്ത് പുളിത്തവർ തുള്ളിതെറി പേശി തുറമിക്കതയത്തിനെ ബിയറിൽ ഒത്തുടന്ന പോതിൽ സ്വഹാബിൽ സാദരം മുന്നിടുന്നാദര തോളർകൾ പോരാടിടം ബദറിൽ സത്യ ദൂതർ ബന്ധുത്തമരാം സ്വഹാബത്തുമത്താനത്ത് സതതം സർവം മറിന്തിടും അങ്കമുറഹിം അപ്പിത്തുളമ്പെത്ത് പുരുഷമുറ്റും റമളാനിൽ 10 പിന്നോളത്തെ ദിനമിൽ ഉണ്ടെന്തി നിന്നെ ചണ്ടക്കൊരുങ്ങി കൗഫണ്ടിയണി തീർത്തേ നശിത്തൽ നാസിയിൽ ബന്ധുള്ള പേരിട്ട ജോതാക്കൾ ഖുറൈശി നിഴലടങ്കലും നേരെയാമാവിൽ ബന്ധാര ശുജാക്കൾ. അതെ പ്രിയമുള്ളവരെ, മക്കയിൽ നിന്നും ആ ഖുറൈശി പട 10 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം വിശുദ്ധമായ ബദറിന്റെ മണ്ണിൽ എത്തിച്ചേരുകയാണ്. അവരുടെ തമ്പടിക്കുകയാണ്.
ഈ സംഭവം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂട്ടരും അറിയുകയാണ്. സഹാബത്ത് മനസ്സിലാക്കുന്നു അബൂജഹലും സംഘവും വന്നിട്ടുണ്ടെന്ന്. ഇനി എന്ത് ചെയ്യണം സഹാബ എന്ന് അവർ ചർച്ച ചെയ്യുമ്പോ ആ ചർച്ചയ്ക്കൊടുവിൽ ബദറിലേക്ക് പോകാനും അവരുമായി യുദ്ധം ചെയ്യാനും സഹാബികൾ തീരുമാനിക്കുന്നു. ആയുധബലമുണ്ടോ? ഇല്ല. അംഗബലമുണ്ടോ? ഇല്ല. 1000-ഓളം വരുന്ന സർവായുധ വിഭൂഷിതരായ ഒരു സൈന്യത്തെ നേരിടാൻ ആകെയുള്ളത് 305 പേരാണ്. അവരുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല, ഏതാനും വാളുകളും, അങ്ങനെ കുറച്ച് ആയുധങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം അവർ യുദ്ധത്തിന് വേണ്ടി വന്നതല്ല. പക്ഷേ അവരുടെ കയ്യിൽ ഒരു ആയുധമുണ്ട്, അവരുടെ മനസ്സിൽ ഒരു ആയുധമുണ്ട്. അതാണ് ഈമാൻ. ഈമാൻ എന്ന് പറയുന്ന വജ്രായുധം അവരുടെ ഹൃദയത്തിലുള്ളത് കൊണ്ട് തന്നെ ജീവിതത്തോട് അവർ കാർത്തിയില്ല, മരണത്തെയൊട്ട് ഭയവുമില്ല. അതുകൊണ്ട് എല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവർ അതാ യുദ്ധത്തിന് വേണ്ടി തയ്യാറാകുകയാണ്. മുത്തുനബിയോടൊപ്പം ബദറിലേക്ക് പോവുകയാണ്. സുഹൃത സുരമണി ത്വാഹമുത്ത് സൽഗുണർ സഹബോരുമൊത്ത് സമരവഴിയിൽ സഹനഗാഥ തീർക്കുവാൻ വന്ന് സകലമറിയും തമ്പുരാനിൽ അർപ്പണം ചൊന്ന് എല്ലാം അല്ലാഹുവിലേക്ക് സമർപ്പിച്ച് മഹാന്മാരായ സഹാബത്ത് അതാ ബദറിലേക്ക് പോവുകയാണ്. അങ്ങനെ മുത്തുനബിയും സഹാബത്തും പരിശുദ്ധമായ റമദാനിന്റെ 17 രാത്രിയിൽ ബദറിൽ എത്തിച്ചേരുകയാണ്. ബദറിലെ മണൽത്തരികൾ ആ മഹാമനീഷികൾക്ക് മർഹബ പാടി. നീലാകാശത്തിലെ ചന്ദ്രികയും നക്ഷത്രങ്ങളും ആ പുണ്യപുരുഷന്മാരെ നോക്കി പുഞ്ചിരി തൂക്കി. അപ്പോഴും ആ പാതിരാത്രിയിലും അപ്പുറത്ത് ഖുറൈശികളുടെ ആ ഖൈമകളിൽ നിന്ന് വെളിച്ചം മരിച്ചരിച്ചിറങ്ങുന്നുണ്ട്. അവിടെ നിന്നും താളമേളങ്ങൾ ഉയരുന്നുണ്ട്. സുന്ദരികളായ പെൺമണികളുടെ കാൽപാദങ്ങൾ അലിഞ്ഞ കനക ചിലങ്കകളിൽ നിന്ന് ജിൽജിൽ നാദം ഉയരുന്നുണ്ട്. അവർ ആർത്തട്ടഹസിക്കുകയാണ്, ആർമാദിക്കുകയാണ്. അവിടെ നിന്നും ഒഴുകി വരുന്ന കാറ്റിന് പോലും മദ്യത്തിന്റെ രൂക്ഷഗന്ധമുണ്ട്. വരാനിരിക്കുന്ന വലിയൊരു വിപത്തിനെ കുറിച്ച് ബോധമില്ലാതെ അവർ കള്ളു കുടിച്ച് ആസ്വദിക്കുകയാണ്. പിറ്റേന്ന് പ്രഭാതം പൊട്ടിവിടർന്നു. അത് സാധാരണ പ്രഭാതമല്ല, പരിശുദ്ധ ഖുർആൻ യൗമുൽ ഫുർഖാൻ, സത്യാസത്യ വിവേചനത്തിന്റെ നാളെന്ന് പരിചയപ്പെടുത്തിയ ആ ദിവസമാണത്. സത്യവും അസത്യവും വേർതിരിക്കപ്പെടാൻ പോവുകയാണ്. ധർമ്മവും അധർമ്മവും ഇരുട്ടും വെളിച്ചവും ബദറിന്റെ പോർക്കളത്തിൽ ഏറ്റുമുട്ടാൻ ഒരുങ്ങുകയാണ്. ഇരു കൂട്ടരും മുഖത്തോട് മുഖം അണിനിരന്നു കഴിഞ്ഞു. രണ്ടു കൂട്ടരും അതാ ഇരുഭാഗത്തുമായി അണിനിരന്നു കഴിഞ്ഞു. അബൂജഹലിന്റെ സൈന്യം അവരതാ ആയുധങ്ങളും ഏന്തിക്കൊണ്ട് ആവേശത്തോടുകൂടി ഹരഹര പാടിക്കൊണ്ടൊരു ഭാഗത്ത് നിലകൊള്ളുമ്പോൾ മഹാന്മാരായ സഹാബത്ത് തസ്ബീഹും തക്ബീറുമായി കൊണ്ട് മറ്റൊരു ഭാഗത്ത് അതാ അണിനിരക്കുകയാണ്. ഇരു കൂട്ടരുടെ യുദ്ധ പതാകകൾ ബദറിന്റെ വിഹായസിൽ പാറിക്കളിക്കുമ്പോൾ ഖുറൈശികളുടെ കൂട്ടത്തിൽ നിന്നും അതാ ആർത്ത് വിളിച്ചുകൊണ്ട് ഒരാൾ കടന്നു വരികയാണ്. ആർത്ത് വിളിത്ത് പഞ്ചോരന്നത വരുന്നേറെ കലി പൂണ്ട് തരത്തിൽ ആയുധമേന്തി തൻ കായം പിരിത്തവൻ തായം കിന കണ്ട് തീർച്ച മദീനക്കാർ വാർത്തുള്ള ഹൗലിൽ നീരയെടുക്കും ഞാൻ തടയുവാൻ ആരുണ്ട് കാണട്ടെ പോരിന്നൊരുങ്ങിവ പാരിന്നോശിക്കും ഞാൻ. ആർത്തു വിളിച്ചുകൊണ്ട് ഊരിപ്പിടിച്ച പടവാളുമായി ആ കടന്നു വരുന്നതാരാണ്? ശത്രുപക്ഷത്തു വരുന്നതാരാണ്? അസ്വദ് ഇബ്നു അബ്ദുൽ അസദ്, ഭീകരനും ഭീമാകാരനുമായ ഒരു മനുഷ്യൻ. അസ്വദ് എന്ന പേര് കേട്ടാൽ ഞെട്ടിവിറയ്ക്കും മക്ക. ആ രൂപം കണ്ടാൽ തന്നെ പേടിച്ചു പോകും. കാട്ടാനയുടെ നിറം, കാട്ടുപോത്തിന്റെ ക്രൗര്യം, കാരിരുമ്പിന്റെ കരുത്ത്, കടഞ്ഞെടുത്ത ശരീരം, അനവധി യുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നേതാവാണ് അയാൾ. ഇതുവരെ പരാജയം എന്തെന്നറിയാത്ത യോദ്ധാവാണ് അയാൾ. അനവധി തലകൾ അരിഞ്ഞു വീഴ്ത്തിയ ജേതാവാണ് അയാൾ. അഹങ്കാരത്തിന്റെ ആൾരൂപമായ അസ്വദ് എന്ന ആജാനബാഹുവായ ആ പോരാളിയാണ് 18 ആയുധങ്ങളുമായി അതാ ബദറിന്റെ പടക്കളത്തിന്റെ നടുക്കളത്തിലേക്ക് പാഞ്ഞു വരുന്നത്. ഒരു വലിയ ശബ്ദമാണ് അയാൾ ചെയ്യുന്നത്. എന്ത് ശബ്ദമാണ്? അയാൾ പറയുകയാണ്, ഖുറൈശി പടയാളികളെ, ആ ഖുറൈശികൾക്ക് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് അഹങ്കാരിയായ അസ്വദ് ഉറക്കെ വിളിച്ചു പറയുകയാണ്, ദൈവത്തെയാണ് സത്യം, കഅബത്തിന്റെ നാഥനെയാണ് സത്യം.
ഞാൻ എന്തിനാണ് പുറപ്പെട്ടത് നിങ്ങൾക്കറിയോ? മുഹമ്മദിന്റെ അനുയായികൾ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച അവരുടെ തടാകത്തിൽ നിന്ന് ഞാൻ വെള്ളം കുടിക്കാനാണ് പോകുന്നത്. ഞാൻ ആ വെള്ളം കുടിക്കും, അല്ലെങ്കിൽ ഞാനത് പൊളിക്കും, അതല്ലെങ്കിൽ ഞാൻ അവിടെ മരിക്കും. തടുക്കാൻ ധൈര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കടന്നു വരട്ടെ. ഇത് അസ്വദിന്റെ ശബ്ദമാണ്. ഇത് വെറും ഒരു വാക്കല്ല. ഇത് ചെയ്തിട്ടല്ലാതെ അസ്വദ് ഇനി അന്നം കഴിക്കില്ല. വീരവാദം മുഴക്കിക്കൊണ്ട് അസ്വദ് കടന്നു വന്നപ്പോ ആരവം മുഴക്കുകയാണ് ഖുറൈശികൾ. ഇവനെ വെല്ലാൻ ഖുറൈശികൾ തീരുമാനിച്ചു. ഇവനെ വെല്ലാൻ ആർക്കും കഴിയില്ല. അവർ തീരുമാനിച്ചുറച്ചു. ഹരഹര പാടിക്കൊണ്ട് അവർ അസ്വദിന് ആവേശമരുളുകയാണ്. ഇത് കണ്ടപ്പോ ഒന്നുകൂടി അഹങ്കാരം കൂടിയ ആ അസ്വദ് എന്ന് പറയുന്ന ദുഷ്ടനായ മനുഷ്യൻ, മഹാന്മാരായ സ്വഹാബത്ത് ശാന്തരായി നിലകൊള്ളുകയാണ്. അവരിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അയാൾ ഉറക്കെ പ്രഖ്യാപിച്ചു, യാ സ്വഹാബ മുഹമ്മദ്, ഏ മുഹമ്മദിന്റെ അനുയായികളെ, മുഹമ്മദിന്റെ അനുവാദമില്ലാതെ നിങ്ങൾ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചിട്ടുള്ള തടാകത്തിൽ നിന്ന് വെള്ളം കുടിക്കാനാണ് ഈ അസ്വദ് വരുന്നത്. ചോദിച്ചിട്ടല്ല, ചോദിക്കില്ല ഞാൻ. എനിക്കാരുടെയും അനുവാദം വേണ്ട, ആരുടെയും ഔദാര്യം വേണ്ട. ബലമായിട്ട് തന്നെ ഞാൻ ആ വെള്ളം കുടിക്കും. തടുക്കാൻ കഴിയോ നിങ്ങൾക്ക്? ധൈര്യമുണ്ടെങ്കിൽ, ജീവനിൽ കൊതിയില്ലെങ്കിൽ എന്റെ അടുത്തേക്ക് കടന്നു വാ. ധൈര്യമുണ്ടെങ്കിൽ വാ. അയാൾ ഇങ്ങനെ വെല്ലുവിളിക്കുകയാണ്. എന്നെ തടുക്കാൻ ശ്രമിച്ചാൽ, എന്റെ മാർഗം മുടക്കാൻ ശ്രമിച്ചാൽ അവന്റെ ചുടുചോര കൊണ്ട് എന്റെ പടവാളിന്റെ ദാഹം തീർക്കും ഞാൻ. ഇത് പറഞ്ഞുകൊണ്ട് അസ്വദ് മുന്നോട്ട് ഗമിക്കുമ്പോൾ ചാട്ടുളി പോലെ അവന്റെ മുന്നിലേക്ക് ചാടി വീഴുകയാണ് ഒരു ഈറ്റപ്പുലി. ആരാണത്? ഖുറൈശികളുടെ മുന്നേറ്റത്തിന്റെ മുനയൊടിക്കാൻ കഴിയുന്ന വിധത്തിൽ അഹങ്കാരിയായ അസ്വദിന്റെ കഥ കഴിക്കാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരെയാണ് നിയോഗിക്കുന്നത്? ആരാന്നറിയോ? അത് മറ്റാരുമല്ല, ബമ്പുറ്റ ഹംസ. ബമ്പുറ്റ ഹംസ റളിയല്ല ചാടി കണ്ടിയ ശിവതി മാറടാ. വള്ളൽ നബി മഹ്മൂദർ ഹൗലീന് ധൈര്യമുണ്ടെങ്കിൽ കോരടാ. വമ്പുറ്റ ഹംസ റളിയല്ല ചാടി സുബദിൽ മാറടാ. വള്ളൽ നബി മഹ്മൂദർ ഹൗലീന് വെള്ളം കുടിത്തോനു നാരടാ. വമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്നു കാണട്ടെ, വന്ന് വിലക്കോടെ വെള്ളം കുടിച്ചാട്ടെ. തുമ്പിക്ക് മാമദം പൊത്തിയുളമട്ടെ, ഊറിയ വാക്കിനെ കേട്ട് വെളിപ്പെട്ടെ. സംസാരിക സരിക പമകരി തിങ്കരി മകരിക താകും താക തിം 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 തിങ്കണം കങ്കള ചൊങ്കുങ്കളം തളം തലികീട എഴുതട്ട ദിവികുളം കൊണ്ടാനേ. അതെ, വീരവാദം മുഴക്കിക്കൊണ്ട് കടന്നു വന്ന ആ അസ്വദിന്റെ മുമ്പിലേക്ക് ഈറ്റപ്പുലിയെ പോലെ ചാടി വീണതാരാണ്? സയ്യിദുൽ ശുഹദാ അമ്മിൽ മുസ്തഫ അസദുൽ ഇലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട എളാപ്പയായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ആണ് ആവേശത്തോടെ ചാടി വീണത്. ആ അസ്വദിന്റെ മുമ്പിൽ പതറാതെ നിന്നുകൊണ്ട് മഹാനായ ഹംസത്തുൽ ഖറാർ പറഞ്ഞു, അസ്വദേ, നീ എന്താ പറഞ്ഞത്? എന്റെ മുത്തുനബിയുടെ ഹൗലിൽ നിന്ന് ഹബീബിന്റെ സമ്മതം കൂടാതെ വെള്ളം കുടിക്കുമെന്നോ? അതിനാണത്തമുള്ള ചങ്കൂറ്റമുള്ള ആരെങ്കിലും ഉണ്ടോ? നീ എന്നല്ല, ജിന്നിലും ഇൻസിലും പെട്ട ഏതൊരാൾ കടന്നു വന്നാലും ഹംസ ജീവനോടെയുള്ളിടത്തോളം കാലം തൊടിക്കില്ല ഞാൻ, കുടിക്കാൻ കഴിയില്ല ഞാൻ. നീ എങ്ങാനും കുടിക്കാൻ ശ്രമിച്ചാൽ അസ്വദേ, എന്റെ വാളിന്റെ ദാഹം തീർക്കും നിന്റെ ചോര കൊണ്ട്. ധൈര്യമുണ്ടോ? എങ്കിൽ കുടിക്കാൻ വാ. ഹംസത്തുൽ ഖറാറിന്റെ സിംഹഗർജനം ബദറിന്റെ മലമടക്കുകളിൽ പ്രതിധ്വനിക്കുകയാണ്. പരമപുച്ഛത്തോടുകൂടി അതൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് അസ്വദ് എന്ന അഹങ്കാരിയത ഹൗദിന്റെ മുമ്പിലേക്ക് നടക്കുകയാണ്. പിന്നീട് നടന്നത് ആവേശകരമായ ഒരു പോരാട്ടം. ആ പോരാട്ടത്തെ കുറിച്ചാണ് അടുത്ത ഈശലിൽ വിവരിക്കുന്നത്. തടയും അടിമെട്ടുകൾ കൂത്തുകൾ ചോട്ടുകൾ നീട്ടുകൾ അടവുകളകിലും കരമാലയെടുത്ത് കടക്കടമിൽ പടപെട്ടുകയായി ഹരഹരമായി തുടർന്നിടലാ. ഉരമാലുശർന്നിടലാ.
രവമാകെ ബന്ധിടലായി ഇരുവരും തടിയാ ചിത്തരിശത്തിനിൽ അട്ടഹസിത്തിടലാളുകൾ മുട്ടിടുമപ്പോഴു തത്തലമിൽ ഈ പൊരികൾ ഉയർന്ന് പതറാതെ പരസ്പരം അപ്പുലികൾ അടരാടുകയായി കൊടിപടലങ്ങളങ്കാകെ நிறைந்தேற்றவும் நீங்கே மறையாய் பவித்தங்கே சமரிட பார்வை முறியும் விதமில் இது எந்த ரிவத்திலே കടുവ പരിശീലസതുള്ളയമസ്തയറിന്തകമിൽ ചൊടിയേറ്റി അരമിൽ പിടി ചെയ്തുടവാളതിനാലയവർ വേട്ടി അസ്വദ് കണ്ടുടൽ മാറ്റി തിരികെ അവർ ചീറ്റി ഹരിനേരെ വാളീട്ടി കടുകവെ കഠിനം ചിരസറ്റിടമുറ്റമിൽ നൽകുകളിട്ടിടലോടതി വീരിലടൽ ഹരി കന്തോർ അസുവതി നിരുവത വേൽകൾ സമരയിൽ ഇടപെട്ടലിൽ പൊട്ടിയളുത്തടവേ പുവിയിൽ ജിഹനവീനിടയിൽ മുറിയായി വിജിനീർന്നൊരാ നിലയായി നിണമാറിടും തിരിയായി കരുണമിൽ ചകമാക്കിട കണ്ടു വിരഞ്ഞ് കുറേശികൾ നിന്നിടലാ. അതെ, രണാങ്കണത്തിലെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് മക്ക എന്ന് ആ മക്കയിൽ നിന്നും വന്ന അസ്വദ് എന്ന് പറയുന്ന ധീരനായ വീരനായ വില്ലനായ പോരാളിയുടെ മുമ്പിൽ അല്പം പോലും അടിപതറാതെ മഹാനായ ഹംസത്തുൽ ഖർറാർ റളിയല്ലാഹു അൻഹു ശക്തിയുക്തം പോരാടുകയാണ്. ആ പോരാട്ടം അങ്ങനെ നീണ്ടു നിൽക്കുമ്പോൾ ഇരു കൂട്ടരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ്, നോക്കി നിൽക്കുകയാണ്. ആര് ജയിക്കും, ആര് തോൽക്കും? 18 ആയുധങ്ങളുമായി കടന്നു വന്ന അസ്വദോ, ആ അസ്വദിനെ ഒറ്റ വാളുകൊണ്ട് നേരിടുന്ന ഹംസയോ, ആരാണ് ജയിക്കാൻ പോകുന്നത്? ഇരു കൂട്ടരും ആകാംക്ഷയോടെ നോക്കി നിൽക്കുമ്പോ പൊടിപടലങ്ങൾ ഉയരുകയാണ്. വല്ലാത്തൊരാവേശത്തോടുകൂടി അവർ രണ്ടുപേരും ജീവൻ മരണ പോരാട്ടം നടത്തുകയാണ്. ഹംസയെ വീഴ്ത്തിയിട്ടേ കാര്യമുള്ളൂ എന്ന് അസ്വദും അസ്വദിനെ കൊന്നിട്ടല്ലാതെ ഒരു മടക്കമില്ലെന്ന് ഹംസത്ത് റളിയല്ലാഹു അൻഹു രണ്ടു കൂട്ടരും തീരുമാനമെടുക്കുമ്പോ തീപാറുകയാണ്. വല്ലാത്തൊരു പോരാട്ടം നടക്കുകയാണ്. ഈ സമയത്ത് മഹാനായ ഹംസത്തുൽ ഖർറാർ റളിയല്ലാഹു അൻഹു 18 അടവും പയറ്റി തെളിഞ്ഞ അസ്വദിന്റെ ഓരോരോ വെട്ടുകളും തടുക്കുകയാണ്, പ്രതിരോധിക്കുകയാണ്. ഈ സമയത്ത് ആ കരവാള് ഹംസത്തുൽ ഖർറാറിന്റെ കരങ്ങളിൽ പിടിച്ച കരവാളിന് കരുത്തേകണ എന്ന് കരലൊരുകി പ്രാർത്ഥിക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒപ്പം മഹാന്മാരായ സ്വഹാബ, ആ സ്വഹാബത്ത് ഹംസത്ത് റളിയല്ലാഹു അൻഹുവിന് ആവേശമരുളാൻ തക്ബീറിന്റെ മന്ത്രധ്വനികൾ മുഴക്കുകയാണ്. ഈ സമയത്ത് അപ്പുറത്തുള്ള ഖുറൈശി പടയാളികൾ വെറുതെ ഇരിക്കുകയല്ല, അവർ ചെണ്ടമേളങ്ങൾ മുഴക്കുകയാണ്, അസ്വദിന് ജയ് വിളിക്കുകയാണ്. അങ്ങനെ ആ പോരാട്ടം ഇങ്ങനെ ഒരുപാട് സമയം നീണ്ടു നിന്നു. ഒടുവിൽ അസ്വദിന്റെ 18 ആയുധങ്ങളും മുറിഞ്ഞു വീണു. നിരായുധനായി നിസ്സഹായനായി ആ ബദറിന്റെ വിരിമാറിൽ അസ്വദ് വീണ് കിടക്കുമ്പോ പിന്നെയൊന്നും ആലോചിച്ചില്ല. ഹംസത്തുൽ ഖർറാർ റളിയല്ലാഹു അൻഹുവിന്റെ ആ പവിത്രമായ വാൾ അതാ അന്തരീക്ഷത്തിലേക്ക് ഉയരുകയാണ്. ബിസ്മില്ലാഹ്! ആഞ്ഞൊരു വെട്ട്. അതോടെ അസ്വദ് 2 പുളിയായി മാറുകയാണ്. ആ രക്തത്തുള്ളികൾ തുടച്ചു നീക്കിക്കൊണ്ട് ശാന്തനായി മഹാനായ ഹംസത്തുൽ ഖർറാർ നടന്നു നീങ്ങുമ്പോൾ ചരിത്രത്തിൽ കാണാം, ബദറിൽ ആദ്യമായി ശത്രുക്കളുടെ ഇടയിൽ നിന്നും കൊല ചെയ്യപ്പെട്ടത് ഈ അസ്വദാണ്. ഒന്നാമനായി ഉദ്ഘാടനം നടത്തിയത് അസ്വദാണ്. ഇവിടെ മാത്രമല്ല അവൻ ഒന്നാമൻ, നാളെ പരലോകത്തും അവൻ ഒന്നാമനാണ്. അവിടെ എവിടെ എപ്പോഴാണ് ഒന്നാമെന്നറിയോ? കിതാബുകളിൽ കാണാൻ നമുക്കൊക്കെ കിതാബ് തരുമല്ലോ കയ്യില്. വലത് കയ്യിൽ കിതാബ് ലഭിച്ചവരാണ് സ്വർഗത്തിൽ പോകുക. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളെയൊക്കെ മഹാനായ ഹംസത്തുൽ ഖർറാറിന്റെ ബറക്കത്ത് കൊണ്ട് ആ സ്വർഗവാസികളിൽ വലത് കയ്യിൽ കിതാബ് ലഭിക്കുന്നവരിൽ ചേർക്കണേ തമ്പുരാനെ. ഇടതു കയ്യിൽ കിതാബ് ലഭിക്കുന്നവരോ അവരാണ് നരകവാസികൾ. ആ ഇടതു കയ്യിൽ ആദ്യമായി കിതാബ് ലഭിക്കുന്നത് ഈ അസ്വദ് ഇബ്നു അബ്ദുൽ അസദുൽ മഖ്സൂമി എന്ന് പറയുന്ന ആ ദുഷ്ടനായ മനുഷ്യനാണ് എന്ന് കിതാബുകളിൽ കാണാം. അസ്വദ് വീണ ശേഷം വീണ്ടും ഒരുപാട് പോരാട്ടങ്ങൾ നടന്നു. ഒടുവിൽ കൂട്ടയുദ്ധം ആരംഭിച്ചു. മലവെള്ളപ്പാച്ചിൽ പോലെ 18 ആയുധങ്ങളുമായി പാഞ്ഞു വരുന്ന പടയാളികൾക്ക് മുമ്പിൽ പാറ പോലെ ഉറച്ചു നിന്ന് പതറാതെ പടകൊരുകയാണ് ബദരീങ്ങൾ.
ശത്രുക്കളുടെ ആയുധങ്ങൾ പിടിച്ചു വാങ്ങിക്കൊണ്ട് അവർക്ക് നേരെ പ്രയോഗിച്ച് അടുത്ത ശത്രുവിന്റെ നേരെ പായുകയാണവർ. അവർക്ക് ഭയമില്ല, അവർക്ക് പേടിയില്ല, മരിക്കാൻ അവർക്ക് തീരെ പേടിയില്ല. അവർ ഒരിക്കലും ചൂളാതെ പതറാതെ അവരതാ പരിശുദ്ധമായ ദീനിനു വേണ്ടി പടപൊരുതുകയാണ്. ചൂളാതെ പൊളുതാറ്റൽ നബിയെ സ്വഹാബരും അന്നടരാടുന്നേ, ചൊങ്ക് വിളങ്ങണ ജന്നത്താണത് രണ്ടരി കോർകളിനെ വിശുന്നേ, ചൊല്ലാതെ പടി വെല്ലാനൊക്കിൽ എല്ലാരും പൻപുലി തന്നെ, ചൂളന്ന സുവത് ചാടിയുടെ ചമറാടിയ വഞ്ചകമായി മുന്നേ, അബൂജഹൽ ഉമയ്യത്ത് അബുൽ വലീദ് തുമത്ത്, അതുപടി ഒരു പിടി വൻറോസാക്കൾ അടരിട വീണ് മരിത്തര ശാക്കൾ, അരശരഭീതി ജയക്കൊടി നാട്ടി താനമുയർത്തി ഹർഷതമഹിതം പരിമള ചരിതം തീ തന്നേ, അഹദവ സഹബുൽ ബദറിൻ ഹക്കാൽ ഏറ്റം വിളവ് പൊറുത്ത് അടിയരിനാക പതിയിലിടം തന്നീടണേ. അതേ മഹാന്മാരായ ബദരീകളുടെ ഖണ്ഡനാളങ്ങളിൽ തക്ബീറിന്റെ മന്ത്രധ്വനികൾ ഉയരുമ്പോ ബദറിൽ മണൽത്തരികൾ കോരിത്തരിക്കുകയാണ്. വല്ലാത്തൊരു ആവേശത്തോടുകൂടി കണ്ണു വേണോ കണ്ണു തരാം, കൈ വേണോ കൈ തരാം, കാല് വേണോ കാല് തരാം, ജീവൻ വേണോ ജീവൻ തരാം, ഞങ്ങൾ തയ്യാറാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മഹാന്മാരായ സ്വഹാബത്ത് കയ്യും മെയ്യും മറന്നു പോരാടുമ്പോൾ ആ പടക്കളത്തിൽ പതറാതെ, പരാജയത്തിന് വഴി കൊടുക്കാതെ പതറാതെ മുന്നോട്ട് നീങ്ങുമ്പോൾ ഖുറൈശി പടയാളികൾ ആ ആത്മവീര്യത്തിന് മുമ്പിൽ തകർന്നടിയുകയാണ്. മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ 18 ആയുധങ്ങൾ ഉണ്ടായിട്ടെന്താ, അംഗബലം ഉണ്ടായിട്ടെന്താ, അല്ലാഹു തആല അനുഗ്രഹിച്ച മഹാന്മാരായ സ്വഹാബത്ത് അവരുടെ കയ്യിൽ ഒരു വജ്രായുധമുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ ഈമാൻ എന്ന് പറയുന്ന വജ്രായുധം, ആ ആയുധം അവരുടെ മനസ്സിലുള്ളിടത്തോളം കാലം അവരെ വെല്ലാൻ ഒരാൾക്കും കഴിയില്ല. അതാണ് ബദർ നൽകുന്ന ഏറ്റവും വലിയ പാഠം. ഏതായാലും മഹാന്മാരായ സ്വഹാബത്ത് ആവേശത്തോടുകൂടി അതാ പടപൊരുതുമ്പോൾ പലരും അതാ മരിച്ചു വീഴുകയാണ്. അബൂജഹൽ അടക്കമുള്ള 70ഓളം ഖുറൈശി നേതാക്കൾ ബദറിന്റെ ബീമാറിൽ വെട്ടിയിട്ട ഈ തപ്പനത്തടി പോലെ ചത്തുമലച്ചു കിടക്കുകയാണ്. ഈ സമയത്ത് വല്ലാതെ പരിഭ്രമത്തോടുകൂടി ഒരു വിഭാഗം ആളുകൾ നാട്ടിലേക്ക് രക്ഷപ്പെടാനുള്ള പരക്കം പാച്ചിലാണ്. വല്ലാതെ പേടിയണുന്തെല്ലാമോ സിന്ധുപുരി ചെല്ലാനായോട്ടമിടുന്ന ബമ്പന്മാരിൽ പലരും മുമ്പേ ഉണർന്ന് ബദർ എമ്പാടും ദൂരയകന്ന് ജല്ല ജലാലഹദിൻ നല്ലേ നബിക്കെതിരിൽ വെല്ലുവിളിത്തവരിന്ന് ജഡമൊത്ത ഹാലിലുടൻ പടവീട്ടുളർന്നകമേ അടിമാ പേടിന്ത് തളർന്ന് തെല്ലും വീടാതരികൾ ഇല്ലെന്നലറിതുടൻ ഉല്ലാസത്തോടെ കുടിച്ച തെറ്റാതെ കെട്ടി വരിന്തൊട്ടാകെ പൂട്ടിയെളു പത്താളെ ഇപ്പടി വെത്ത് ഉൽപ്പത്തി ത്വാഹനബി കൽപ്പിത്ത് പോൽ ബദറിൽ പൊത്ത് 3 ദിനമേ ഒട്ടേറെ സ്വത്ത് വലിമത്താലെ വിത്തത് വിത്ത് വീതിത്ത തരമേ. ബദർ പടക്കളം ശാന്തമായിരിക്കുന്നു. ആരവങ്ങളില്ല, ആർപ്പുവിളികളില്ല, അട്ടഹാസങ്ങളില്ല, വെല്ലുവിളികളില്ല, ആയുധങ്ങളുടെ സിൽക്കാര ശബ്ദങ്ങളില്ല. ഉള്ളത് നിലവിളികൾ മാത്രം. കയ്യുപോയവർ കയ്യുപോയേ എന്ന് പറഞ്ഞ് കരയുകയാണ്. കാലില്ലാത്തവരുണ്ട്, ജീവൻ നഷ്ടപ്പെട്ടവരുണ്ട്. കയ്യില്ലാത്തവർ എന്റെ കയ്യുപോയേ എന്ന് പറഞ്ഞ് കരയുകയാണ്. കുട്ടികളെ ശ്രദ്ധിക്കണില്ലേ? കയ്യുപോയവർ എന്ത് പറഞ്ഞ കരയണേ? കൈപോയേ എന്ന് പറഞ്ഞ് കരയാണ്. അപ്പൊ കാല് പോയവർ എന്ത് പറഞ്ഞ കരയാ? കാല് പോയെന്ന് പറഞ്ഞു. തല പോയവർ എന്ത് പറഞ്ഞ കരയാ? ആ തല പോയേ എന്ന് പറഞ്ഞ് കരയും. തല പോയവര് വെല്ലോടത്ത് പോയി റെസ്റ്റ് എടുക്കൂലടാ. തല പോയവരോ വെല്ലോടത്ത് പോയി കിടക്കും. അങ്ങനെ അവിടെ കിടന്നുറങ്ങും. പിറ്റേ ദിവസം നേരം വെളുത്തെണിച്ച് ഒരു പല്ല് തേക്കാൻ നേരത്താണ് തലയില്ലാത്ത കാര്യം ഓർമ്മ വരും അല്ലേ? അങ്ങനെ തലയില്ലാത്തവരൊക്കെ സൈലന്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. കൈ പോയവരും കാല് പോയവരുമാണ് കരയണത്. ആ സമയത്ത് ഒരു കൂട്ടം പടയാളികൾ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അവരൊരു അടവെടുക്കുകയാണ്. അടവ് നന്നായിട്ട് ശ്രദ്ധിക്കണുണ്ടോ കുട്ടികൾ? എന്തടവാന്നറിയോ? ഒരു സഹാബി ഇവിടെ നിന്ന് ഇങ്ങനെ ഓടി വരികയാണെന്ന് വെച്ചോ. ഇങ്ങനെ നിൽക്കുന്ന നേരെ നിൽക്കുന്ന ആ പടയാളി, ഖുറൈശി പടയാളി നേരെ ഇങ്ങോട്ട് തിരിഞ്ഞു.
ഓപ്പോസിറ്റ് ആയിട്ട് തിരിഞ്ഞു വെക്കും. എന്നിട്ട് വലത് കാലെടുത്ത് മുന്നോട്ട് വെക്കും, പിന്നെ ഇടത് കാലെടുത്ത് വെക്കും, പിന്നെ വലത് കാലം, പിന്നെ ഇടത് കാലം. അങ്ങനെ ഈ അടവാണ് കിടക്കുന്നത്. ഈ അടവിന് എന്താ പറയാ? ഓട്ടം. അത് തന്നെയാണ്, അതാണ് 19ാമത്തെ അടവ്. പഠിച്ചു വെച്ചേട്ടാ. നമ്മുടെ നാട് പണ്ടായിരുന്നു ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാട്. ഇപ്പൊ ഡോഗ്സ് ഓൺ കൺട്രിയാ, നായ്ക്കളുടെ സ്വന്തം നാടാണ്. പട്ടി വരും. അതുകൊണ്ട് ഈ ഒരു അടവെടുത്താൽ രക്ഷപ്പെടാം. അപ്പോ എന്ത് ചെയ്തു? ഒരു കൂട്ടം ആളുകൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആയുധങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് കാണുന്ന വഴിയൊന്നും വേണ്ട, ഒക്കെ വഴി തന്നെ ഓടുകയാണ്. ജീവനും കൈ പിടിച്ച്. സഹാബത്ത് വിടുവോ? പുറകെ പാഞ്ഞ് നിക്കട പുറകെ പായാണ്. പാഞ്ഞ് ഓരോരുത്തരെ പിടികൂടി. 1ഉം 2ഉം അല്ല, 70 ആളുകളെ പിടികൂടി. ആ പിടികൂടി ബന്ദിയാക്കപ്പെട്ടവരിൽ ഒരാളായിരുന്നു അബുല്ലാസിനെ പിടികൂടിയിട്ടുണ്ട്. ആ അബുല്ലാസ് അടക്കമുള്ള 70 ആളുകളെ, ബന്ദികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മോചനദ്രവ്യം വാങ്ങി വിട്ടയച്ചു. അത് തരാൻ കഴിവില്ലാത്ത പാവപ്പെട്ടവരുണ്ട് ആ കൂട്ടത്തിൽ. അവർക്കൊക്കെ 10 പേരെ വീതം മദീനയിലുള്ള അക്ഷരാഭ്യാസമില്ലാത്ത ആളുകൾക്ക് അക്ഷരാഭ്യാസം പഠിപ്പിക്കാൻ അവരെ നിയോഗിച്ചു. അങ്ങനെ എല്ലാവരെയും സ്വതന്ത്രരായി വിട്ടു, മക്കയിലേക്ക് പറഞ്ഞയച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇടയിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ട്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഈ സമയത്ത് അങ്ങ് ദൂരെ മക്കയിൽ ആ ബദറിലെ വിഷയങ്ങൾ അറിയാൻ കാത്തിരിക്കുകയാണ് അവിടെയുള്ള നാട്ടുകാരൻ. കണ്ണിലെണ്ണയൊഴിച്ച് തങ്ങളുടെ പ്രിയപ്പെട്ടവ വരുന്നുണ്ടോ എന്ന് കാത്തിരിക്കുമ്പോൾ ആ കൂട്ടത്തിലുണ്ട് നിറവയറുമായി സൈനബ് റളിയല്ലാഹു അൻഹാ. സൈനബ് റളിയല്ലാഹു അൻഹ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കാത്തിരിക്കുകയാണ്. എല്ലാവരും മദീനയുടെ അതിർത്തിയിലെത്തിയപ്പോ ആഹ്ലാദാരവം മുഴങ്ങുകയാണ്. പലരും കണ്ണുനീർ വാർക്കുകയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുമ്പോൾ, എല്ലാവരും സന്തോഷത്തോടെ നിശ്വാസം ഉതിർക്കുമ്പോൾ, അബുല്ലാസിന്റെ മുഖത്ത് മാത്രം ഒരു സന്തോഷവും കാണുന്നില്ല. വല്ലാത്ത ദുഃഖം ആ മുഖത്ത് അലയടിക്കുന്നുണ്ട്. നിറവയറോടെ നിൽക്കുന്ന ആ തന്റെ പ്രിയപ്പെട്ട പ്രിയതമയെ കണ്ടിട്ടും അസ്വദിന്റെ മുഖത്ത്, ആ അബുല്ലാസിന്റെ മുഖത്ത് ഒരു സന്തോഷവും കാണുന്നില്ല. സൈനബ് കരുതി ഒരുപക്ഷെ യുദ്ധം തോറ്റതിലുള്ള ആ ഒരു വിഷമായിരിക്കും. ഏതായാലും വീട്ടിലേക്കെത്തി. സമയമേറെ കഴിഞ്ഞിട്ടും ആ അബുല്ലാസിന്റെ മുഖം തെളിയുന്നില്ല. അവസാനം സൈനബ് ചോദിച്ചു, അബുല്ലാസ്, എന്താ പറ്റിയത്? യുദ്ധത്തിൽ പരാജയപ്പെട്ടത് കൊണ്ടാണോ? എന്തുകൊണ്ടാണ് അങ്ങിങ്ങ് വല്ലാതെ ദുഃഖിച്ചിരിക്കുന്നത്? ഇത് ചോദിക്കുമ്പോ സങ്കടത്തോടുകൂടി അബുല്ലാസ് പറയുന്ന ഭാഗമാണ് അടുത്ത ഈശല്യം വിവരിക്കുന്നത്. അശുവായി മക്കത്തടുന്ത് അബുല്ലാസ് മനക്ക് ചേത്ത് ആരസിയം നയന്ത് കൽബകം വെന്ത് ബീവി അന്നേരം ചോടി ശോധ കാരണം എന്ത് വിശദപ്പെടുത്തിടുന്നേ ബീവിയിൽ പിണ്ട് നിന്നെ വിട്ട് പിരിന്തിടാനായി കൽപ്പന ചൊന്നേ ബാപ്പ ബീരീത ത്വയ്ബ തന്നിൽ ചേർത്തിടാൻ പൊന്നേ. അശഗോസ് നാരി കേട്ട് അഗനേശമാതരിത്ത് അശഗോസ് നാരി കേട്ട് അഗനേശമാതരിത്ത് അലമാലിരുന്നൂത് സങ്കിടപ്പെട്ട് ബീവി ആറ്റലാമാരനെ ദീവതോത്തിട്ട് ആശക്കടൽ പതൈത്ത് ആദര ബീവിയുത്ത് ആരംഭദീനിലേക്ക് വായനൈ മുത്ത് മാറാ ആയ മദീനെ കൊള്ളേ പോയിടാമൊത്ത്. എന്ത് പറ്റി അബുല്ലാസ്? സന്തോഷിക്കേണ്ട സമയമല്ലേ ഇത്? യുദ്ധത്തിൽ പരാജയപ്പെട്ടെങ്കിലും എന്റെ പൊന്നിന് ജീവനൊന്നും പറ്റിയില്ലല്ലോ. സന്തോഷിക്കുകയല്ല വേണ്ടത്.
എന്താണ് ദുഃഖത്തിന്റെ കാരണം? പരാജയപ്പെട്ടതാണോ? വീണ്ടും വീണ്ടും സൈനബ് ചോദിക്കുമ്പോ ദുഃഖത്തോടുകൂടി അബുല്ലാസ് പറയുകയാണ്, അല്ല സൈനബേ, അല്ല, നീ കരുതുന്നത് പോലെ യുദ്ധത്തിൽ പരാജയപ്പെട്ടുകൊണ്ടുള്ള സങ്കടമല്ല എന്റെ മനസ്സിലുള്ളത്. ഞാൻ എങ്ങനെ അത് നിന്നോട് പറയും സൈനബ്? എങ്ങനെ പറയാതിരിക്കും സൈനബ്? അതെ സൈനബേ, നമ്മൾ പിരിയാൻ പോവുകയാണ്, നമ്മൾ വിട്ടുപിരിയാൻ പോവുകയാണ്. പിരിയുകയോ? എന്താണ് അങ്ങ് പറയുന്നത്? സങ്കടത്തോടുകൂടി സൈനബ് ഇത് ചോദിക്കുമ്പോ അബ്ബാസ് പറഞ്ഞു, അതെ സൈനബ്, മദീനയിൽ നിന്ന് ഞാൻ തിരിച്ചു പോരുമ്പോ നിന്റെ പിതാവിനോട് ഞാനൊരു കരാറ് ചെയ്തിരുന്നു, നിന്നെ ഞാൻ മദീനത്തേക്ക് തിരിച്ചയച്ചോളാം, ഇനി നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ പാടില്ല എന്നതാണത്രേ പുതിയ നിയമം. ഇതങ്ങ് കേട്ടപ്പോ സൈനബ് ആർത്തലച്ച് കരയുകയാണ്. ആ പാവം സഹോദരി അവർ വല്ലാതെ പൊട്ടി പൊട്ടി കരയുകയാണ്. അബുല്ലാസിനെ പിരിഞ്ഞിട്ടൊരു ജീവിതം എനിക്ക് എങ്ങനെ സഹിക്കാൻ കഴിയും റബ്ബേ? വല്ലാത്ത വേദനയോടെ പൊട്ടി പൊട്ടി കരയുകയാണ്. പക്ഷേ ഇത് പിതാവിന്റെ കൽപ്പനയാണ്, അനുസരിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. അബ്ബാസ് ഹൃദയം പിളരുന്ന വേദനയുണ്ടെങ്കിലും ആ ഏൽപ്പിച്ച കരാർ മുത്തുനബിയോട് ആ കരാർ പാലിക്കാൻ ബാധ്യസ്ഥനാണെന്ന് മനസ്സിലാക്കി അബ്ബാസ് അതാ ബഹുമാനപ്പെട്ട സൈനബിനെ പ്രിയപ്പെട്ട ഭാര്യയെ അതാ മദീനയിലേക്ക് പറഞ്ഞയക്കാൻ ഒരുങ്ങുകയാണ്. അങ്ങനെ തന്റെ പ്രിയപ്പെട്ട സഹോദരനെ ആ ഒരു ദൗത്യമേൽപ്പിക്കുന്നു. ഒരൊട്ടകത്തിന്റെ കട്ടിലിൽ, ഒരു ഒട്ടകത്തിന്റെ പുറത്ത് ഒരു കട്ടിൽ കെട്ടി ആ ഒട്ടക കട്ടിയിൽ കയറ്റിയിരുത്തി സൈനബ് മക്കയിൽ നിന്നും മദീനയിലേക്ക് പ്രിയപ്പെട്ട പിതാവിന്റെ അരികിലേക്ക് പോകുമ്പോ തേങ്ങി തേങ്ങി കരയുകയാണ് സൈനബ്. ആ രംഗം കാണാൻ ത്രാണിയില്ലാതെ തലതാഴ്ത്തി നിന്നു അബ്ബാസ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും അദ്ദേഹം അങ്ങനെ വേദനിച്ചു കാണില്ല. അങ്ങ് ദൂരെ സൈനബിന്റെ ഒട്ടകം അങ്ങകലെ നിഴൽചിത്രമായി മാറുന്നത് വരെ വേദനയോടെ നോക്കി നിന്നു അബ്ബാസ്. അങ്ങനെ അമ്ർ എന്ന് പറയുന്ന തന്റെ പ്രിയപ്പെട്ട സഹോദരനോടൊപ്പം ബഹുമാനപ്പെട്ട സൈനബ് മദീനയിലേക്ക് പോവുകയാണ്. മണിമങ്കാവെ കൂട്ടി അമ്രും റജായേ മറ്റൊരിരവിൽ ദിനത്തണവായേ ഗുണമുത്തേ ബീവിയാ തൊയ്പാവിൽ ആശുന്ന നീളം പൈതൽ ഓ മൈമ പിറക്കുന്ന മണവിയൊരു രാവി മനയിൽ ഉറങ്ങുമ്പോ തട്ടി വീപ്പതായി കേൾക്കുന്ന ഉണർന്ന് തൂയിൽ വീട്ട് ബാബൈ തുറക്കുന്ന ഉയിരായേ മാരനേ കണ്ട ജബേറുന്ന എത്തിയൻ സൗജോരേ സത്യം തിരിഞ്ഞിട്ട് ഇതിനെ തുള്ളി മോദനില പെയ്ത്ത് ഉത്ത് സബബപ്പോ വ്യാപാരം ഓയത്താൽ തീർത്ത് മാങ്കിയെ അന്നേരം എത്തിയൂരിൽ ഹബ്സീട്ടൻ കൂട്ടരേ ഓടി തേടി അമാനുങ്കൻ വിടരേ തരേണം അഭയം മിണ്ടുത്താരേ പറഞ്ഞിരു പേരന്തരാവേറെ രാവ് മൂടിന്ത് പജബന്ധനമായേ മസ്ജിദിൻ ചാരത്തുടൻ പോയേ ൂരത്ത് സൗത്തീലൻ മാരനേ നീ പോത ഭയം കൊടുത്തെന്ന് ദൈവം വിളിയാണം കിട്ട് നബിയുള്ള എമ്പി കഥയൊന്നും
മുമ്പേ അറിഞ്ഞീന യാവരക്കാരേറെ സൂലിന്റെ അമർ പോലെ എത്തിച്ച സഹാബ പുലർക്കാലേ. വളർന്ന മനസ്സും മെയ്യുമായി സൈനബ് നീണ്ട യാത്രയ്ക്ക് ശേഷം മദീനയിൽ എത്തിച്ചേർന്നപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട മകളെ കുറിച്ച് അവരുടെ വേദനയെ കുറിച്ച് നല്ലപോലെ മനസ്സിലാക്കിയ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മകളെ വാരിപ്പുണർന്ന് അവരെ തലോടി സ്വാന്തനപ്പെടുത്തി എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. മദീന പള്ളിയുടെ ചാരത്ത് ഒരു കൊച്ചു വീടുണ്ടാക്കി ആ വീട്ടിൽ താമസിപ്പിച്ചു സൈനബിനെ. എല്ലാ ദുഃഖങ്ങളും ഉള്ളിലൊതുക്കി ഒരു നല്ല നാളെ കാത്ത് അവരങ്ങനെ കാലങ്ങൾ കഴിക്കുകയാണ്. അധികം കഴിയുന്നതിന് മുമ്പേ സൈനബ് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുഞ്ഞിന് ഉമൈമ എന്ന് പേരിട്ടു. ഉമൈമയുടെ കളിയും ചിരിയും കണ്ട് സകലതും മറക്കാൻ ശ്രമിച്ചുകൊണ്ട് ആ സൈനബ് ആ കൊച്ചു കുടിലിൽ അങ്ങനെ കാലം കഴിക്കുകയാണ്. പ്രതീക്ഷിച്ചു അവർ, ഇല്ല, എന്റെ അബുല്ലാസ് വരും, ഒരു ദിവസം എന്നെ തേടി വരും, വരാതിരിക്കില്ല. അവർ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ദിവസങ്ങൾ ഇങ്ങനെ തള്ളി നീക്കുമ്പോൾ ഒരു രാത്രി മദീന നഗരം ഗാഢനിദ്രയിലാണ്ട് കിടക്കുകയാണ്. ഒലിവെണ്ണയിൽ കത്തിച്ച വിളക്കിന്റെ തിരിതാളങ്ങൾ താഴ്ത്തി ഓരോരോ വീടുകളും ഇരുട്ടിലമർന്നിരിക്കുന്നു. തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിന് പാൽ നൽകി ആ ഓമന പൈതലിനെ താരാട്ടിയുറക്കി സൈനബും ഉറങ്ങാൻ കിടന്നു. സമയം അങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുകയാണ്. പെട്ടെന്നാണ് വാതിലിൽ ഒരു മുട്ട് കേൾക്കുന്നത്. തോന്നിയതാകുമോ സൈനബ് കണ്ണു തുറന്നു. വീണ്ടും മുട്ടുന്നു, ശക്തിയായ മുട്ടൽ. സൈനബ് എഴുന്നേറ്റു, വിളക്ക് തെളിച്ചു, മെല്ലെ എഴുന്നേറ്റു, വാതിൽ മലക്ക് തുറന്നു. സുബ്ഹാനല്ലാഹ്, ഞെട്ടിപ്പോയി സൈനബ്. തന്റെ പ്രിയപ്പെട്ട അബുല്ലാസ് മുന്നിൽ വന്ന് നിൽക്കുന്നു. അബുല്ലാസ്, മർഹബാ യാ അബുല്ലാസ്. സന്തോഷത്തോടുകൂടി കണ്ണുനീരോടുകൂടി അബുല്ലാസിനെ വരവേൽക്കുകയാണ്. അബുല്ലാസ്, എനിക്കറിയാം നിങ്ങൾ വരുമെന്ന്. എന്നെ അത്രയും ജീവനാണ് നിങ്ങൾക്ക്. ഞാൻ കാത്തിരിക്കുകയായിരുന്നു നിങ്ങൾക്ക് വേണ്ടി. ഒടുവിൽ മനം മാറി, മനസ്സു മാറി നിങ്ങൾ വന്നല്ലോ അബുല്ലാസ്. വരൂ അബുല്ലാസ്. സന്തോഷത്തോടുകൂടി സൈനബ് റളിയല്ലാഹു അൻഹ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ അകത്തേക്ക് ക്ഷണിക്കുമ്പോൾ മാറി നിൽക്കുകയാണ് അബുല്ലാസ്. പറഞ്ഞു, സൈനബ്, നീ കരുതിയതുപോലെ മതം മാറി മനസ്സു മാറി വന്നവനല്ല, മറിച്ച് അഭയം തേടി വന്ന ഒരു അഭയാർത്ഥിയാണ് ഞാൻ. എനിക്ക് അഭയം തരില്ലേ? സൈനബിനൊന്നും മനസ്സിലായില്ല. അബുല്ലാസ് വിശദീകരിച്ചു കൊടുത്തു. ഞങ്ങൾ ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മദീനയിലെത്തിയപ്പോൾ ഈ നാട്ടുകാരുമായി ചില വഴക്കുകൾ ഉണ്ടായി. അവർ ഞങ്ങളെ പിടിച്ചുവെച്ചു. പ്രവാചകന്റെ അരികിലേക്ക് കൊണ്ടുപോകുമെന്നവർ കൽപ്പിച്ചു, കൊണ്ടുപോകുമെന്നവർ തീരുമാനിച്ചു. ഈ സമയത്ത് ഞാൻ ഓടി രക്ഷപ്പെട്ടതാണ്. സത്യത്തിൽ എനിക്കറിയില്ലായിരുന്നു സൈനബേ, ഇത് നിന്റെ വീടാണെന്ന്. എനിക്ക് അഭയം തരില്ലേ നീ? സൈനബ് റളിയല്ലാഹു അൻഹ ഒരു ചുടുനിശ്വാസത്തോടെ പറഞ്ഞു, അബ്ബാസ്, താങ്കൾ സുരക്ഷിതനാണ്. ഞാൻ താങ്കൾക്ക് അഭയം തന്നിരിക്കുന്നു. അകത്തേക്ക് കടന്നു വരൂ. അബ്ബാസ് അകത്തേക്ക് കടന്നു ചെന്നു. ശാന്തമായി ഉറങ്ങുന്ന തന്റെ കുഞ്ഞിനെ കണ്ടപ്പോ മനസ്സ് വല്ലാതെ നൊമ്പരപ്പെട്ടു. ആഹ്ലാദ ചിത്തരായി. ആഹ്ലാദവും സങ്കടവും സന്തോഷവും എല്ലാം സമ്മിശ്രമായ രൂപഭാവത്തോടെ അബുല്ലാസ് നിൽക്കുമ്പോ സൈനബ് പറഞ്ഞു, നമ്മുടെ മോളാണ്, ഉമൈമ എന്നാണ് പേര്. മെല്ലെ അടുത്തു ചെന്ന് ആ കുഞ്ഞിനെ ഇങ്ങോട്ട് വാരിയെടുത്തു. ആ കുഞ്ഞു കവിളിൽ 1000 മുത്തങ്ങൾ നൽകുകയാണ് അബുല്ലാസ്. അവരങ്ങനെ നേരം പുലരുവോളം അവരങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരുന്നു. പല കാര്യങ്ങളും പറഞ്ഞവർ നേരം വെളുപ്പിക്കുകയാണ്. അങ്ങ് ദൂരെ ഫജ്റുസ് സാദിഖ് വെളിവായി. കിഴക്കൻ ചക്രവാളത്തിൽ ഫജ്റുസ് സാദിഖ് ഉദിച്ചിരിക്കുന്നു. പരിശുദ്ധമായ മദീന പള്ളിയിൽ നിന്നും അതാ ബാങ്കിന്റെ സുബഹി ബാങ്കിന്റെ മധുര മന്ത്ര ആ ധ്വനി അങ്ങോട്ട് മുഴങ്ങുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്വഹാബികൾ മദീന പള്ളിയിലേക്ക് ഒഴുകിയെത്തി. സുബഹി നിസ്കാരത്തിന് വേണ്ടി എല്ലാവരും തയ്യാറായി. ഹബീബായ നബി തങ്ങൾ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ അകത്തളത്തിലേക്ക് കടന്നു വന്നപ്പോൾ
സൈനബ പുറത്തു വരികയാണ്. ഉറക്കെ വിളിച്ചു പറഞ്ഞു, അബുല്ലാസിന് ഞാൻ അഭയം നൽകിയിരിക്കുന്നു, അബുല്ലാസിന് ഞാൻ ഇത് അഭയം നൽകിയിരിക്കുന്നു. ഇത് കേട്ട് എല്ലാവരും ഞെട്ടിത്തിരിച്ച് പുറത്തേക്ക് നോക്കി. പുണ്യ റസൂൽ കാര്യം അന്വേഷിച്ചു. സത്യത്തിൽ നബി തങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. സഹാബികൾ വിവരം പറഞ്ഞു, ആ കച്ചവടക്കാരെ തടഞ്ഞു വെച്ചവരും. ഉടനെ തന്നെ ഹബീബായ നബി തങ്ങൾ അതാ കൽപ്പന കൊടുക്കുകയാണ്, എത്രയും പെട്ടെന്ന് ആ കച്ചവടക്കാരെ, കാഫിലക്കാരെ ഹാജരാക്കൂ എന്ന്. സ്വഹാബത്ത് ഓടുകയാണ്. അങ്ങനെ പേടിച്ച് വിറച്ചു നിൽക്കുന്ന ആ കച്ചവടക്കാരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹദ്റത്തിലേക്ക് ഹാജരാക്കുകയാണ്. കാലത്തസ്ഹബർ ഖുറൈശോരെ കൂട്ടി പുകളുറ്റ ഹദ്റത്ത് അടുത്താരേ കണ്ടോരു മാനിന്നുകം പേടി വന്ന് പൊളുതങ്കെ നിലെ തവർ മുഖം പാടി കൊണ്ടെന്ന പുല്ലസും വിധി കാത്ത് അപ്പോൾ നീളം മറ്റോരരികരി പുരവീട്ട് പതിവരെ നമ്മുടെ കേണം മക്ക കുഫലതയ്ക്ക് കൊടുക്കേണം കൊടുത്തിട മൂമകളിരുന്നയെങ്കിൽ ചൊല്ലു കൂടമെത്തോര തരികരിച്ചെങ്കിൽ ഒറ്റ മനതോടെ അവർ ചൊല്ല ചെയ്തോ ഉമതുള്ളം അത് പടി നബിയല്ല അടങ്ങിടാൻ ഇതിനെ കൊടുത്താനേ മനമിനുതം കണ്ട ജപുള്ളം പെരുത്താനേ ഉല്ലാസം പരിപാലം ജഗമെത്താൻ കുതിത്തെല്ലാം അനുകൂലം കുലം മുത്ത് പതി മക്കത്താണും താനേ ഹക്ക് കൊടുത്ത ഉല്ലാസ് കുല്ലിൽ ഓശിന്താനേ അവിടത്തിൽ ഇനിയാര് ബാക്കി മുതലെല്ലാം തരാനുണ്ടോ പറഞ്ഞേര് ഇലൈഹക്കുണ്ടമ്മ എങ്കൾ കടുപ്പാതെ നിര ഇനി എന്റെ ജനം വിട്ട് ഉറപ്പോടെ ഒളിത്തിടാത ഉല്ലാസപ്പൊഴുതോതി ഈമാനൊളിലെങ്കിൽ ഷഹാദത്തിൽ ഉറപാടി. പുണ്യ റസൂലിന്റെ കൽപ്പന പ്രകാരം ആ പിടിക്കപ്പെട്ട എല്ലാ കച്ചവടക്കാരെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുമ്പിൽ ഹാജരാക്കുകയാണ്. കാര്യങ്ങളൊക്കെ ഹബീബായ നബി തങ്ങൾ അന്വേഷിച്ചു. ഒടുവിൽ സഹാബത്തിനോട് പറഞ്ഞു, സഹാബ, ഇവരുടെ സമ്പത്തും ഇവരെയും സുരക്ഷിതമായി മക്കയിലേക്ക് തന്നെ പറഞ്ഞയക്കണം, അവരെ ഒന്നും ഉപദ്രവിക്കരുത്, അവരുടെ സമ്പത്ത് പിടിച്ചടക്കരുത് എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോ സഹാബാക്കൾ ഒന്നടങ്കം പറഞ്ഞു, റദീന യാ റസൂലല്ലാഹ്, ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുന്ന നബിയെ, അങ്ങയുടെ താല്പര്യം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആശ്വാസത്തോടുകൂടി അബുല്ലാസ് അടക്കമുള്ള ആ കച്ചവട കാഫില തങ്ങളുടെ നാട്ടിലേക്ക് വളരെയേറെ സന്തോഷത്തോടുകൂടി തിരിച്ചു പോവുകയാണ്. നാട്ടിലെത്തിയ അബുല്ലാസ് എന്ത് ചെയ്തു എന്നറിയോ? തനിക്ക് കൊടുക്കാനുള്ള ബാധ്യതകൾ മുഴുവനും കൊടുത്തു വീട്ടു. എല്ലാവരുടെയും ബാധ്യതകളും വീട്ടി. അവസാനം എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും അബുല്ലാസ് എന്തെങ്കിലും തരാനുണ്ടോ? എന്തെങ്കിലും ഹക്ക് നിങ്ങൾക്കുണ്ടോ? ബാധ്യതയുണ്ടോ എന്റെ മേൽ എന്ന് ചോദിച്ചപ്പോൾ അവരൊന്നടങ്കം പറഞ്ഞു, ഇല്ല അബുല്ലാസ്, താങ്കൾ സത്യസന്ധനാണ്, ഇന്നുവരെ ഞങ്ങളെ നിങ്ങൾ പറ്റിച്ചിട്ടില്ല, എല്ലാം തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ സമക്ഷത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട അബുല്ലാസ് ഉറക്കെ പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഉറബീട്ടശ്ഹദു മുതല തിരുവരു ഉളമൈതബുല്ലാസ് റളിയല്ലാഹ്. ഉടന പതിവിടുന്നവരോട്ടകപുറം ഉൾദേട്ടിലെ നബി സ്വല്ലല്ലാഹു മലതെരു പലതും കടന്നവർ മദിമാൻ ഹളറത്തിൽ അണവായേ മനതിൽ മധുമതിയുതിരും വിധമതി മതമിൽ പമിച്ചിരി വെളിവായേ കരളിൽ കനിവേളും കനക കനി നബി കരകൾ പൂടിത്തുളം ഫർഹാലേ അമരിൽ ഒളി തെളി ഉളവായി വജ്ഹദിൽ കഥ കേട്ടകമത് മധു പോലെ മൃഗം തന്നിൽ പിണാണി തോറുടനടി മകതാരതിയിൽ ബന്ധണയുന്ന് മതിര തിരുമരു മകനെ പിരിശമിൽ മനചേർത്തുടനുള്ള തകരുന്ന് പാകം നിരൂപിത്ത് ആ
പണിക്കം കുറൈந்த നാൾ പണിൽ കുറിത്ത ഈ കഥ തീർത്ത പാടാനുടയവനോടായി വിധി തേടി വരനെ നിർത്തക്കരില നീർത്ത് അഖിലം അറിയുമൻ സമതേ കബൂലാക്കി അബു ആബിദ് പിഴ പൊറുക്കല്ല അതിരത്തേനിൽ വന്ന അരുതാത്തരം കൊല്ലും അറിയാബിതമത് മറക്കല്ല നാഗപതിയിലൻ മാതാ അബുഹൽ ഞാനൊരുവൻ കൈപോക്കും നാഥായിടം തന്നിടേണം മുതക്കങ്ങൾ നബിനായകർ ഉമ്മത്തടങ്ങൾക്കും ആകെ തുതി ശുക്ർ പെരുത്തും വിരുത്തിനാൻ അലം ഉടയൊന്നെ ഫർദാനേ അരുളിൻ സ്വലവത്തു സലാമും നബിയിലും അലിൽ അസ്ഹാബിൻ ദിനം തോനേ. പ്രിയമുള്ളവരെ, അബുൽ ആസ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ കലിമത്ത് തൗഹീദിന്റെ വചനങ്ങൾ ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, പ്രിയപ്പെട്ട ഖുറൈശികളെ, എനിക്കിത് നേരത്തെ ചെയ്യാമായിരുന്നു, മദീനയിൽ തന്നെ വെച്ച് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് അവിടെ കൂടാമായിരുന്നു. പക്ഷേ ഒരിക്കലും അബുല്ലാസ് ഒരു ചതിയനാണ് എന്ന് നിങ്ങൾ പറയാൻ പാടില്ല എന്ന ഒരു ഉറപ്പ്, ആ ഒരു കാര്യത്തിൽ എനിക്കൊരു ബാധ്യതയുണ്ടായിരുന്നു നിങ്ങളോട്. എന്റെ ബാധ്യതകൾ മുഴുവൻ ഞാൻ ഇതാ തീർത്തിരിക്കുകയാണ്, ഇനി എനിക്ക് സമാധാനത്തോടെ മടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരൊട്ടകപ്പുറത്ത് കയറി അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അതാ തിരിക്കുകയാണ് ഇലാ ഹദ്റത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബിയുടെ തിരുമുമ്പിൽ ചെന്ന് ആ കരങ്ങൾ പിടിച്ചുകൊണ്ട് ഷഹാദത്ത് ഏറ്റുചൊല്ലി മഹാനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു സഹാബികളുടെ കൂട്ടത്തിൽ ഒരാളായി മാറിയപ്പോ മഹാന്മാരായ സ്വഹാബത്ത് സന്തോഷത്തോടെ തക്ബീർ മുഴക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട മരുമകനെ ആശ്ലേഷിച്ചുകൊണ്ട് ഹബീബായ നബി തങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. അങ്ങനെ ആ അബ്ദുല്ലാസിനെയും കൂട്ടി തന്റെ പ്രിയപ്പെട്ട മകളായ ആ സൈനബിന്റെ അരികിലേക്ക് കൊണ്ടുപോകുന്നു. രണ്ടുപേരെയും ചേർത്ത് നിർത്തുന്നു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നും അതാ വിടവാങ്ങുകയാണ്. അബുല്ലാസും സൈനബും ആ പ്രണയ ജോഡികൾ വീണ്ടും ഒന്നിക്കുകയാണ്. ഒരുപാട് കാലം ഉമ്മയോടത്ത് സന്തോഷത്തോടെ അവർ ജീവിക്കുമ്പോൾ ആ പ്രണയ ജോഡികൾ അങ്ങനെ സന്തോഷത്തോടെ സമാധാനത്തോടെ സ്നേഹം പങ്കിട്ട് ജീവിക്കുമ്പോൾ ആ സ്നേഹം നമുക്കും നുകരാൻ അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മഹാത്മാക്കളെ നാളെ സുഖലോക സ്വർഗത്തിൽ കാണാൻ റബ്ബ് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്തായ ചരിത്രം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും